ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. സഹകാരി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഉപദ്വീപീയ നദികളിലെ ഒരു ബാക്കി പത്രമായിട്ടുള്ളൊരു പോർഷനാണ്. ഗോദാവരി നദിയും കൃഷ്ണ നദിയും മഹാനദിയും പോലുള്ള പ്രമുഖരായിട്ടുള്ള 3 ഉപദ്വീപീയ നദികളെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് പോയിരുന്നു. ആ പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾക്ക് പുറമേ ദക്ഷിണ മേഖലയിൽ ഏറ്റവും ദക്ഷിണമായി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നദിയിലൊന്നായി നമ്മൾ പരിഗണിക്കുന്ന നമ്മുടെ സ്വന്തം എന്ന് പറയുമ്പോൾ ശരിക്കും പറയാം കേരളത്തിലൂടെ കാര്യമായിട്ടൊന്നും കാവേരി ഒഴുകുന്നില്ലെങ്കിലും കാവേരിയിലേക്കുള്ള ജലസംഭരണികളിൽ ചിലർ, അല്ലെങ്കിൽ ജലസംഭരണി എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ജലം എത്തിക്കുന്ന ചില നദികളെയാണ്, ട്രിബ്യൂട്ടറി എന്ന നദികൾ, അല്ലെ, പോഷക നദികൾ. അവയിൽ ചിലർ കേരളത്തിലൂടെ എന്ന രീതിയിൽ കടന്നു പോകുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാവേരിയുടെ റിവർ ബേസിൻ്റെ ഭാഗമായി കേരളവും നിലകൊള്ളുന്നുണ്ട് എന്നൊരു ചെറിയ പരാമർശം കൂടി ആദ്യമേ നടത്തിക്കൊള്ളട്ടെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പോലും മറ്റ് ഉപദ്വീപീയ നദികളേക്കാൾ കൂടുതൽ സിഗ്നിഫിക്കൻസോടുകൂടി തിരിച്ചറിയേണ്ടിയ ഒരു നദിയാണ് നമ്മുടെ കാവേരി എന്ന നദി എന്നുള്ളതാണ്. അപ്പോൾ ഉപദ്വീപീയ നദികളിൽ 4ാം സ്ഥാനത്ത് നിലകൊള്ളുന്ന കാവേരി നദിയെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കാവേരി നദിയുടെ ഡിസ്കഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരിക്കൽ കൂടി. എല്ലാ ഡിസ്കഷൻസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് പോലെ ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ ചോദ്യങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോട് മുന്നോട്ട് പോകാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അത്തരത്തിലൊരു ചോദ്യം നദികളിൽ, അല്ലെങ്കിൽ നദികൾ വിവിധ നിക്ഷേപണ രൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതിലൊന്നാണ് ഡെൽറ്റകൾ. താഴെ നൽകിയിട്ടുള്ള നദികളിൽ ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദി അല്ലെങ്കിൽ നദികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. നർമ്മദ, കാവേരി, പെരിയാർ, മഹാനദി. ഇതിൽ ഏതൊക്കെ നദികളാണ് ഡെൽറ്റ സൃഷ്ടിച്ചൊഴുകുക എന്നതാണ് ചോദ്യം. അത് നദിയെപ്പറ്റി പഠിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി പഠിച്ചപ്പോൾ അതിൽ തീരദേശ സമതലങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. കോസ്റ്റൽ പ്ലെയിൻസ്. അവിടെയും നമ്മൾ പറഞ്ഞിരുന്നൊരു വസ്തുത, നദികളുടെ കാര്യത്തിലും നമ്മൾ പറഞ്ഞിരുന്നൊരു വസ്തുത, ഇത് രണ്ടും മനസ്സിലുണ്ട് എങ്കിൽ കണ്ടെത്താവുന്ന ഒരു ഉത്തരമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിലേതൊക്കെ നദിയാണ് കാര്യമായി ഡെൽറ്റ രൂപീകരണം നടത്തി പോവുക എന്നുള്ളത് നമുക്ക് സുഖമായിട്ട് പറയാൻ പറ്റും. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഓപ്ഷനുകളിൽ നിന്ന് കൃത്യമായവയെ കണ്ടെത്തുക എന്നത് മാത്രമേ ഉള്ളൂ നമുക്കിവിടെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. ഡെൽറ്റ രൂപീകരിക്കുന്ന നദി, അപ്പോൾ അത് കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണോ അതോ ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണോ? അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിൽ തന്നിരിക്കുന്നതിൽ ഏറ്റവും അനുയോജ്യമായി തോന്നുന്ന ഓപ്ഷൻ ഏത്? ഏറ്റവും അനുയോജ്യമായി തോന്നുന്ന ഓപ്ഷൻ സി. ഡെൽറ്റകൾ എല്ലാ നദികളും ചെറിയ തോതിലെങ്കിലും ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദി എന്ന രീതിയിലൊരു ചോദ്യം വരുമ്പോൾ അത് പ്രമുഖരായി ഡെൽറ്റയുടെ സൃഷ്ടികരണം നടത്തുന്ന നദി ഏതാ എന്ന് തിരഞ്ഞെടുക്കുക തന്നെയായിരിക്കും. അപ്പോൾ താരതമ്യേന ഏതൊക്കെ നദികൾക്കാണ് അതിനുള്ള സാധ്യത കൂടുതൽ എന്നത് തിരിച്ചറിഞ്ഞ് വേണം നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ സുഖമായി നമ്മൾ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തും നിങ്ങൾ. ഓക്കെ, എന്തായാലും ഞാൻ അതിൻ്റെ ഉത്തരം ഇപ്പോൾ പറയുന്നില്ല. ആസ് യൂഷ്വൽ നമുക്ക് ഫൈനലി PYQ ഡിസ്കഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ചോദ്യങ്ങളെയൊക്കെ പരിചയപ്പെടും. ആ സമയത്ത് ഞാൻ ഉത്തരം പറയാം. നിങ്ങളുടെ മനസ്സിൽ ഉത്തരം ഈ ലോജിക്കലി ആലോചിച്ച് തോന്നിക്കുന്ന ശരി എന്ന് നിങ്ങൾക്ക് തോന്നിയ ഉത്തരം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിൽ എന്തായാലും നോട്ട് ചെയ്ത് വെച്ച് പോവുക. നമുക്കത് നോക്കാം. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത് എന്നാണ് ചോദ്യം. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയ ഒരു വസ്തുതയാണത്. അതിനുത്തരവും നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കാണും. കഴിഞ്ഞ ക്ലാസ്സൊക്കെ കണ്ട കുട്ടികളാണ് എങ്കിൽ നിങ്ങളൊക്കെ കൃത്യമായി അതിനുത്തരവും പറഞ്ഞു കാണും. മറ്റൊരു ചോദ്യം, ദ ഫോർമേഷൻ ഓഫ് ഹൊഗനക്കൽ ഫാൾസ് ഓൺ ദി കാവേരി റിവർ ഈസ് പ്രൈമറിലി ദ റിസൾട്ട് ഓഫ് വാട്ട്? ഹൊഗനക്കൽ വെള്ളച്ചാട്ടം ഉണ്ടായത് കാവേരി നദിയിലാണ്. എന്തിൻ്റെ കാരണത്താലാണെന്നാണ് ചോദ്യം. ഒന്ന്, എ ഹെഡ് വാട്ടർ എറോഷൻ ബൈ എ ട്രിബ്യൂട്ടറി കട്ടിങ് അക്രോസ് സോഫ്റ്റ് അലൂവിയൽ ഡെപ്പോസിറ്റ്. മൃദുവായ അലൂവിയൽ നിക്ഷേപങ്ങൾക്ക് കുറുകെ ഒരു പോഷക നദി തലകീഴായി കട്ട് ചെയ്യപ്പെട്ട് പോയത് കൊണ്ട്, ഒഴുകിപ്പോയത് കൊണ്ടാണെന്ന് പറയുന്നു. അല്ല. 2, ദി കാവേരി റിവർ പ്ലഞ്ചിങ് ഓവർ എ ലാൻഡ്സ്കേപ്പ് ഓഫ് റെസിസ്റ്റന്റ് ഗ്രാനൈറ്റ് റോക്സ് ഇൻ ധർമ്മപുരി പ്ലാറ്റ്യൂ റീജൻ. ധർമ്മപുരി പീഠഭൂമി പ്രദേശത്ത് കാവേരി നദി പെട്ടെന്ന് ഇറോഡ് ചെയ്ത് പോകാത്ത ഗ്രാനൈറ്റിനാൽ നിർമ്മിതമായ പാറകളിൽ തട്ടി ഈ പ്രതിരോധം കാണിച്ചുകൊണ്ടൊഴുകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹൊഗനക്കലിൽ നിന്ന് വെള്ളച്ചാട്ടം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. ശരിക്കും അതിനൊരു വസ്തുതയുണ്ട്. കാരണം വലിയ ഇറോഷൻ നടക്കുന്ന സ്ഥലങ്ങളിലായിരിക്കില്ല അത് കാണുക. ഇറോഷൻ കുറവുള്ള സ്ഥലങ്ങളിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. പിന്നുള്ളത് ടെക്ടോണിക് അപ്ലിഫ്റ്റ് ക്രിയേറ്റഡ് ബൈ എ ഫോൾട്ട് സ്ക്രാപ്പ്. അതുപോലെ കോസ്റ്റൽ ഇറോഷൻ ഷേപ്പിംഗ് ദി റിവേഴ്സ് എസ്ച്വറിൻ ഡെൽറ്റ. അതൊന്നുമല്ല ഹൊഗനക്കലിന് കാരണമായെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഇതിന് ഉത്തരം തന്നിട്ടുണ്ട്, അറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ബട്ട് അല്ലാത്ത പക്ഷം നമ്മൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട്
ലാസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടിയിരുന്നതായിരുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. അല്ലെങ്കിൽ ഹോഗനേക്കൽ എന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഫോർമേഷൻ ധർമ്മപുരി പീഠഭൂമിയിലെ പ്രതിരോധശേഷിയുള്ള ഗ്രാനൈറ്റ് പാറകളുടെ ഒരു ഭൂപ്രകൃതിയാൽ കാവേരി നദി ആ ഭൂപ്രകൃതിയുടെ ഫലമായിട്ട് ആ ഭൂപ്രകൃതിയിലേക്ക് കാവേരി നദി പതിച്ചുണ്ടാകുന്ന വെള്ളച്ചാട്ടമാണ് ഈ ഹോഗനേക്കൽ വെള്ളച്ചാട്ടം എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഉത്തരമായി തന്നിരിക്കുന്നത്. ഇവിടെ ഉത്തരം ഓൾറെഡി കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ്. പോങ് ഡാം, മേട്ടൂർ ഡാം, തെഹ്രി ഡാം, ജവഹർ സാഗർ ഡാം. ചമ്പൽ, കാവേരി, ഭാഗീരഥി, ബിയാസ് എന്നീ അണക്കെട്ടുകളും നദികളും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേത് അണക്കെട്ടുകൾ ഏതൊക്കെ നദിയുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്നു എന്നുള്ള സ്ഥിരം ചോദ്യമാണ് ഇത്തരത്തിലുള്ള ചോദ്യം എന്ന് പറയുന്നത്. സോ അത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതേ ഉള്ളൂ. സുഖമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി ഇത് ഭാഗീരഥി അണക്കെട്ടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇത് പറഞ്ഞു പോയ കാര്യം തന്നെയായിരുന്നു. എന്നിരുന്നാലും ഒന്ന് വീണ്ടും കൂടി അതിനകത്ത് കാവേരിയും വന്നതുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ചോദ്യമാണെന്ന് മാത്രം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഐഡിയ ബിഹൈൻഡ് കാവേരി റിവർ. ആരാണ് കാവേരി? എവിടെയാണ് കാവേരി ഒഴുകുന്നത്? എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് കാവേരിക്കുള്ളത്? ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ബേ ഓഫ് ബംഗാളിലേക്ക് ചെന്ന് പതിക്കുന്ന നദിയാണ് കാവേരി. ബംഗാൾ ഉൾക്കടലിലേക്ക് ചെന്ന് പതിക്കുന്ന ഈ കാവേരി എന്ന നദി ഉപദ്വീപീയ ഇന്ത്യയിൽ ഒഴുകുന്ന നദികളുടെ റാങ്കിങ് പട്ടികയിൽ എത്രത്തോളം സ്ഥാനം പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രാം സ്ഥാനമാണ് കൈവരിച്ചിരിക്കുന്നത് തുടങ്ങിയ വിശേഷങ്ങളൊക്കെയാണ് കാവേരിയെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് പോലെ കർണാടകയിൽ നിന്നാണ് കാവേരി നദിയുടെ ഉത്ഭവം എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ശരിയല്ലേ? കർണാടകയിൽ നിന്നാണ് കാവേരി നദിയുടെ ഉത്ഭവം നമുക്ക് പറയാൻ സാധിക്കും. കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദി അതിൻ്റെ ഒഴുക്കിൻ്റെ യാത്രാമധ്യേ പല ട്രിബ്യൂട്ടറികളുമായി കൂടിച്ചേരുകയും ശേഷം തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ച് തമിഴ്നാട്ടിലൂടെ ഒഴുകി ബേ ഓഫ് ബംഗാൾ എന്ന ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിച്ച് അവസാനിക്കുകയാണ് ചെയ്യുന്നത് കാവേരി എന്ന നദി. അപ്പോൾ എസെൻഷ്യലി കാവേരി എന്ന നദിയുടെ യാത്ര, പ്രധാന കാവേരി നദിയുടെ യാത്ര എന്ന് പറയുമ്പോൾ ശരിക്കും കർണാടകവും തമിഴ്നാടുമാണ് നമുക്ക് പറയാൻ സാധിക്കുക. ശരിക്കുള്ള കാവേരി നദി ഇന്ത്യയിലൂടെ കേരളത്തിലൂടെ ഒന്നും കടന്നു പോകുന്നില്ല. ഉപദ്വീപീയ നദിയാണ്. കേരളം എന്ന് പറയുന്നത് ഉപദ്വീപിൻ്റെ ഏറ്റവും എൻഡിൽ വരുന്നൊരു സംസ്ഥാനമായതുകൊണ്ട് ആ കേരളത്തിലൂടെ കാവേരി എന്ന പ്രധാന നദി, മെയിൻ റിവർ ഓഫ് കാവേരി അല്ലെങ്കിൽ മെയിൻ ചാനൽ ഓഫ് കാവേരി പാസ് ചെയ്ത് പോകുന്നതായി കാണാൻ സാധിക്കുന്നില്ല. പിന്നെയോ കർണാടകത്തിലും തമിഴ്നാട്ടിലൂടെയുമാണ് ഇദ്ദേഹം സഞ്ചരിച്ചു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിൽ കർണാടകത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന നദിയാണ് കാവേരി എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഉത്ഭവസ്ഥാനം എവിടെയാണ്? കാവേരി റൈസസ് അറ്റ് ദി തലക്കാവേരി ഇൻ ബ്രഹ്മഗിരി ഹിൽസ്. ബ്രഹ്മഗിരി കുന്നുകളിലെ തലക്കാവേരി എന്ന പ്രദേശത്ത് നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? കാവേരി എന്ന നദി ഒറിജിനേറ്റ് ചെയ്യുന്നത്. അത് പർട്ടിക്കുലർലി എവിടെയാണ്? ഇൻ ദി കൊടക് ഡിസ്ട്രിക്റ്റ് ഓഫ് കർണാടക. കർണാടകയിലെ കുടക് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ തലക്കാവേരി എന്ന പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കാവേരി നദി. ഏകദേശം 800 കിലോമീറ്ററോളമാണ് കാവേരിയുടെ ആകെ ദൈർഘ്യം പറയുക. നമ്മൾ ഏകദേശം 700 സംതിങ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഇതിൽ പഠിച്ചിട്ടുണ്ടാവും. അതിന് ഇന്ന് നമ്മൾ റൗണ്ട് ചെയ്ത് 800 കിലോമീറ്റർ എന്ന് തന്നെ പറയാറുണ്ട്. സോ ടുഡേ ഇന്ന് നമ്മൾ ഡിസ്കഷൻ നിൽക്കുന്ന സമയത്ത് കാവേരിയുടെ ആകെ ദൈർഘ്യം ചോദിച്ചാൽ 800 കിലോമീറ്ററോളാണ് വരിക. ആൻഡ് ഇറ്റ് ഡ്രെയിൻസ് എൻ ഏരിയ ഓഫ് 81,155 സ്ക്വയർ കിലോമീറ്റേഴ്സ്. 81,155 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഒരു ഏരിയയിലേക്ക് ഇവൻ ജലലഭ്യത ഉറപ്പാക്കുന്നുണ്ട് കാവേരി എന്ന നദി. 800 കിലോമീറ്ററാണ് ഇവൻ്റെ ആകെ ദൈർഘ്യം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കാവേരിയെ ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ 4ാമത്തെ ഏറ്റവും വലിയ നദി അല്ലെങ്കിൽ 4ാമത്തെ ലോങ്ങസ്റ്റ് നീളമേറിയ നദി എന്ന രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയവൻ ഗോദാവരിയായിരുന്നു അല്ലേ? 2 കൃഷ്ണാനദി, 3 മഹാനദി, 4 കാവേരി. അപ്പോൾ ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി ഇതായിരിക്കണം ആ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു റാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഉപദ്വീപീയ നദികളിൽ 4ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നദി അല്ലെങ്കിൽ 4ാമത്തെ ഏറ്റവും വലുപ്പമേറിയ നീളമേറിയ നദിയായി കാവേരിയെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. Since the upper catchment area receives rainfall during the southwest monsoon season. അതായത് ഈ കാവേരി നദിയുടെ ഒരു ഒഴുക്കിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. കാവേരി നദി ഒഴുകി തുടങ്ങുന്നത് കർണാടകത്തിൽ നിന്നാണ്. കർണാടകത്തിൽ നിന്ന് ഒഴുകി തുടങ്ങുന്ന ഈ കാവേരി പ്രവേശിക്കുന്നത് തമിഴ്നാട്ടിലേക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. കർണാടകം എന്ന സംസ്ഥാനത്തിന് പ്രധാനമായി മഴ ലഭ്യത ഉറപ്പാക്കുന്നത് നമ്മുടെ മഴക്കാലമായ സൗത്ത് വെസ്റ്റ് മൺസൂണാണ്. അതായത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷമാണ് കർണാടകത്തിനും കേരളത്തിനുമൊക്കെ പ്രാധാന്യമേറുന്ന തോതിലുള്ള മഴ ലഭ്യത ഉറപ്പാക്കുന്നത്. അതിനർത്ഥം
ഈ കാവേരി എന്ന നദിയുടെ ഒറിജിനിൽ വേണ്ടുവോളം കാവേരിയുടെ ഫോർമേഷന് വേണ്ടിയിട്ടുള്ള ജലലഭ്യത ഉറപ്പാക്കുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണാണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ കാവേരി എന്ന നദിയുടെ തുടക്കത്തിലെ ഒഴുക്കിൻ്റെ ജലലഭ്യതയ്ക്ക് ഉറപ്പുവരുത്തുന്നത് ആരാണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഇവരെല്ലാവരും മൺസൂൺ ഫെഡ് റിവേഴ്സാണ്, അതെല്ലാവർക്കും അറിയാം അല്ലേ? ഉപദ്വീപ നദികളെല്ലാം തന്നെയും എന്താണ്? മഴ കൊണ്ട് ജലലഭ്യത ഉറപ്പാക്കുന്ന നദികളാണ്. അത്തരത്തിലിരിക്കുന്ന ഈ കാവേരി നദിയുടെ ഉപരിഘട്ടത്തിലെ അപ്പർ സ്ട്രെച്ചസിലെ, അതായത് ഇത് ഒഴുകി തുടങ്ങുന്ന ആ ഒരു പ്രദേശങ്ങളിലൊക്കെ അത് കർണാടകത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ സൗത്ത് വെസ്റ്റ് മൺസൂണാണ് അവിടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള മഴ ഉറപ്പാക്കുന്നത്, അല്ലെങ്കിൽ ജലലഭ്യത നദിക്ക് ഉറപ്പാക്കുന്നത്. പക്ഷേ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ കാര്യമായിട്ട് കാവേരി നദിയിലെ ജലലഭ്യതയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് ആക്ച്വലി സപ്പോർട്ടഡ് ബൈ ദി അതർ റെയിനി സീസൺ ആസ് വെൽ. അതായത് ഈ ഒരു കാവേരിയുടെ ജലലഭ്യതയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന്, ഒന്ന് താങ്ങി നിർത്തുന്നതിന് മറ്റൊരു മഴക്കാലം കൂടി, അല്ലെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ഇന്ത്യയുടെ മഴക്കാലമായ വടക്കു കിഴക്കൻ മൺസൂൺ, നോർത്ത് ഈസ്റ്റ് മൺസൂണിനെയും ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചിട്ടുണ്ട്. അതായത് ഇവൻ തമിഴ്നാട്ടിലേക്കാണ് പ്രവേശിക്കുന്നതെന്ന് പറഞ്ഞു. തമിഴ്നാട് എന്ന സംസ്ഥാനത്തിന് പ്രധാനമായി ലഭിക്കുന്ന മഴക്കാലം, അല്ലെങ്കിൽ പ്രധാനമായി മഴ ലഭിക്കുന്ന ആ മഴക്കാലം എന്നത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ്, വടക്ക് കിഴക്കൻ മൺസൂൺ കാലഘട്ടമാണ്. ആയതിനാൽ തന്നെ ഈ തമിഴ്നാട്ടിലൂടെയുള്ള കാവേരിയുടെ ഒഴുകുന്ന സാഹചര്യത്തിൽ കാവേരിയിലേക്കുള്ള ജലലഭ്യത ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന മഴക്കാലത്തിൻ്റെ കൂടി കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെയും നോർത്ത് ഈസ്റ്റ് മൺസൂണിൻ്റെയും കോൺട്രിബ്യൂഷനോടുകൂടി ജലലഭ്യത ഉറപ്പാക്കുന്ന നദിയാണ് കാവേരി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഇരു സാഹചര്യങ്ങളിലും, അല്ലെങ്കിൽ രണ്ട് സാഹചര്യങ്ങളിലും രണ്ട് സമയങ്ങളിലും വ്യത്യസ്തമായ രീതിയിൽ മഴയിലൂടെയുള്ള ജലലഭ്യത ഉറപ്പാക്കാൻ കാവേരിക്ക് സാധിക്കുന്നത് കൊണ്ട് തന്നെ ഏകദേശം വർഷത്തിലുടനീളം ജലലഭ്യത കാവേരി എന്ന നദീതടവുമായി ബന്ധപ്പെട്ട് കാണാറുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഒരു പെരിനിയൽ എന്ന് നമ്മൾ ഒരിക്കലും വിളിച്ച് പറയത്തൊന്നുമില്ല, അങ്ങനെ ഒരു പേര് കൊടുക്കത്തില്ല പെരിനിയൽ എന്ന്. എന്നിരുന്നാലും ഏറെക്കുറെ നമ്മൾ ഈ പറയുന്ന നദികളൊക്കെ തന്നെ നേരത്തെ പഠിച്ച ഉപദ്വീപ നദികളിലും വർഷത്തിൽ ഒട്ടുമുക്കാൽ സമയങ്ങളിലും വെള്ളം ഉണ്ടാകുന്ന സാഹചര്യം തന്നെയാണ്. നീരൊഴുക്കിൻ്റെ അളവ് കുറയുമെന്നല്ലാണ്ട് ജലം ഇല്ലാണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവില്ല, ജലലഭ്യത ഉണ്ടാവും. ക്ലിയർ ആവുന്നല്ലോ പിള്ളേരെ? മനസ്സിലാക്കി വയ്ക്കുക. മുന്നോട്ട് പോകാമല്ലോ? യെസ്, ഞാൻ പറഞ്ഞല്ലോ കാവേരി എന്ന നദി പ്രധാനമായി ഒഴുകുന്നത് കർണാടകത്തിലും തമിഴ്നാട്ടിലൂടെയുമാണ്. കേരളത്തിലൂടെ കാവേരി എന്ന നദി ഒഴുകുന്നില്ല എങ്കിൽ പോലും കാവേരിയുടെ നദി റിവർ ബേസിനിൻ്റെ 3% കേരളത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അതിന് കാരണം കാവേരി നദിയുടെ പോഷക നദികളായിട്ടുള്ള കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 കേരളത്തിൽ നിന്ന് ആകെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളായ കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളും ചെന്നു പതിക്കുന്നത് കാവേരിയിലേക്കാണ്, നമ്മൾ ഈ പരാമർശിച്ചുകൊണ്ടിരിക്കുന്ന കാവേരിയിലേക്ക്. അതുകൊണ്ട് തന്നെ കാവേരിയുടെ പോഷക നദികളായി കബനിയെയും ഭവാനിയെയും പാമ്പാറിനെയും പരിഗണിക്കുവാൻ സാധിക്കുകയും ഈ 3 നദികളും കാവേരിയുടെ ട്രിബ്യൂട്ടറീസ് ആയതുകൊണ്ട് തന്നെ കാവേരിയുടെ റിവർ ബേസിൻ്റെ ഭാഗമായി നമ്മൾ പരിഗണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ കാവേരിയുടെ നദീതടത്തിന് ഒരു 3% ഇൻഫ്ലുവൻസ് കിടക്കുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കുക. മനസ്സിലായോ? അല്ലാതെ പ്രധാനപ്പെട്ട കാവേരിയുടെ റിവർ ബേസിനിൽ കേരളമുണ്ട് എന്ന് കണ്ടതുകൊണ്ട് കാവേരി കേരളത്തിലൂടെ ഒഴുകുന്നു എന്ന് കരുതരുത്. കാവേരിയുടെ ട്രിബ്യൂട്ടറീസ് ആയ മേൽപ്പറഞ്ഞ 3 പേർ കേരളത്തിലൂടെ ഒഴുകുന്നുണ്ട് എന്നതിൻ്റെ വാസ്തവമാണ് ഇവിടെ ഒരു 3% കോൺട്രിബ്യൂഷൻ കാണാൻ സാധിച്ചത്. കേവലം 3 ഉള്ളൂ. അവിടെ അതിൽ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവിടെ ക്യാപ്പിംഗ് ഉണ്ട്. 3% ആ ഒരു കോൺട്രിബ്യൂഷൻ ഉള്ളൂ. എന്നിരുന്നാലും അതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കാവേരി റിവർ ബേസിനിൽ കേരളം ഭാഗമാണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അതെ. കാവേരി റിവർ ബേസിനിൽ കേരളം തീർച്ചയായിട്ടും ഭാഗമാണ്. എന്നാൽ കാവേരി നദി ഒഴുകുന്ന സംസ്ഥാനങ്ങളിൽ കേരളം ഉണ്ടോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അതാണ് വസ്തുത. 3% കേരളത്തിലേക്ക് ഈ കാവേരിയുടെ റിവർ ബേസിൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ബാക്കി അപ്പോൾ പ്രധാനി എവിടെയായിരിക്കും? നമ്മളിപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, കാവേരി നദി എന്ന നദി ഒഴുകുന്നതിൽ ഭൂരിഭാഗവും ജലലഭ്യത ഉറപ്പാക്കി ഒഴുകുന്നത് കർണാടകയിലാണോ തമിഴ്നാട്ടിലാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിസ്സംശയം ഈ ചിത്രത്തിൽ നിന്ന് തന്നെ എവിഡൻ്റ് ആയിട്ട് വിളിച്ചു പറയാൻ പറ്റും ഏത് സംസ്ഥാനമാണ്. തമിഴ്നാടാണ്. ദ ലോവർ റീച്ചസ് ഓഫ് കാവേരി. ശരിയല്ലേ? അങ്ങനെ തന്നെയാണ്. 56% വരുന്ന ഡ്രെയിനേജ് ബേസിൻ കാവേരിയുടേതും കാവേരിയുടെ ഡ്രെയിനേജ് ബേസിനും തമിഴ്നാടാണ്. 41% കർണാടകയിൽ. അപ്പോൾ ശ്രദ്ധിക്കുക, 3% വരുന്ന കാവേരി റിവർ ബേസിൻ കേരളത്തിൽ, 41% കർണാടകയിലും, ഏകദേശം 56% വരുന്ന റിവർ ബേസിൻ എവിടെയുമാണ്? തമിഴ്നാട്ടിലുമായിട്ടാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ക്ലിയർ ആണല്ലോ? ഓർത്ത് വെച്ചേക്കുക റിവർ ബേസിൻ. തമിഴ്നാട്ടിൽ റിവർ ഈസ് ഓൾസോ നോൺ ആസ് പൊന്നി ആൻഡ് ഈസ് എ സാക്രഡ് റിവർ ഓഫ് സൗത്ത് ഇന്ത്യ. കാവേരി ഒരു
പുണ്യനദി പോലെയാണ് നമ്മൾ കൺസിഡർ അല്ലെ, കാവേരി എന്നത് ഒരു പുണ്യനദിയായി തന്നെയാണ് സൗത്ത് ഇന്ത്യയിൽ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തമിഴിൽ കാവേരി നദിക്ക് അറിയപ്പെടുന്ന പേര് പൊന്നി എന്നുകൂടിയാണ്. പൊന്നി എന്നുകൂടി അറിയപ്പെടുന്നു, വിശേഷിപ്പിച്ചിരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. ഇറ്റ് റൈസസ് ഓൺ ദി ബ്രഹ്മഗിരി ഹിൽ ഓഫ് ദി വെസ്റ്റേൺ ഘട്ട്സ് ഇൻ സൗത്ത് വെസ്റ്റ് കർണാടക സ്റ്റേറ്റ്, ഫ്ലോസ് ഇൻ എ സൗത്ത് ഈസ്റ്റേർലി ഡിറക്ഷൻ. ശരിയല്ലേ? ഇൻ എ സൗത്ത് ഈസ്റ്റേർലി ഡിറക്ഷൻ ത്രൂ ദി സ്റ്റേറ്റ് ഓഫ് കർണാടക ആൻഡ് തമിഴ്നാടു and descend the eastern ghats in a series of great falls and drains into the Bay of Bengal through പോണ്ടിച്ചേരി. അപ്പോൾ ബേ ഓഫ് ബംഗാളിലേക്ക് ഇത് വഴി ഡ്രെയിൻ ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി. പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ പുതുച്ചേരി തമിഴ്നാടിൻ്റെ ഭാഗമായി കാണുന്ന സ്വന്തമായൊരു നിയമസഭയുള്ള അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയൊക്കെ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ഒന്നല്ല, അങ്ങനത്തെ 2 ഉണ്ട്. ഡൽഹിയിലും ഉണ്ട്, അതിന് സമാനമായി പുതുച്ചേരിയിലും ഉണ്ട്. അങ്ങനെ പുതുച്ചേരിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ കാവേരി നദി ബേ ഓഫ് ബംഗാളിലേക്ക് ചെന്നെത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത്. The river is surrounded by the western ghats in its west, eastern ghats in its east and south. അതുപോലെ separated from the Krishna and Pennar basin in the north by ridges. ഉയർന്നു നിൽക്കുന്ന ഭൂപ്രകൃതികളാൽ വടക്കൻ നദികളിൽ നിന്ന് കൃഷ്ണയെ കാവേരി കൃത്യമായി കൃഷ്ണ, പെന്നാർ പോലുള്ള നദികളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. കാവേരി എന്ന നദീതീരത്തായി സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ആരൊക്കെയാണ് എന്നൊന്ന് പരിചയപ്പെട്ടിരിക്കുവാനായിട്ട് ശ്രമിക്കുക. ഒന്ന് മൈസൂർ, വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. കാവേരി നദീതീരത്തായി സ്ഥിതി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട പട്ടണമാണ് മൈസൂർ എന്ന പട്ടണം. മൈസൂർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2 മാന്ദ്യ. 3 ശ്രീരംഗപട്ടണം. 4 ശിവസമുദ്രം, കർണാടകയിലെ ശിവസമുദ്രം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാനുണ്ട്. ശിവസമുദ്രം. തിരുച്ചിറപ്പള്ളി, ട്രിച്ചി എന്ന് നമ്മൾ വിളിക്കാറില്ല, തിരുച്ചിറപ്പള്ളി, ഈറോഡ്, തഞ്ചാവൂർ, പ്രധാനപ്പെട്ട വളരെ പ്രസിദ്ധമായ ക്ഷേത്രകലകൾക്കും നൃത്ത കലകൾക്കുമൊക്കെ പേരുകേട്ട തഞ്ചാവൂർ, പാരമ്പര്യം വിളിച്ചോതുന്ന ദക്ഷിണേന്ത്യയുടെ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ പാരമ്പര്യം വിളിച്ചോതുന്ന തഞ്ചാവൂർ എന്ന പ്രദേശം വരുന്നത് കാവേരി നദീതീരത്താണ്. ദ ഡെൽറ്റ റീജിയൻ നിയർ കൂടല്ലൂർ. പിന്നെ കൂടല്ലൂർ. ആ കൂടല്ലൂരിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഡെൽറ്റായിക് റീജിയൻ, കാവേരിയുടെ ശരിക്കുള്ള ഒരു ഡെൽറ്റായിക് സ്വഭാവം മനസ്സിലാക്കുന്നത് കൂടല്ലൂർ വെച്ചിട്ടാണെന്നുള്ളതാണ് തമിഴ്നാട്ടിൽ. ഇപ്പോൾ കർണാടകത്തിൽ ഇതിൻ്റെ ഡെൽറ്റ സ്വഭാവം ഒന്നും തന്നെ മനസ്സിലാക്കാനുള്ള സാധ്യതയില്ല, കാരണം അത് അപ്പർ സ്ട്രെച്ചാണ്. കാരണം തമിഴ്നാടിനാണ് അതിൻ്റെ ഡെൽറ്റായിക് സാധ്യതകൾ അല്ലെങ്കിൽ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് കൂടി അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 8 പട്ടണങ്ങൾ കാവേരി നദീ തീരത്തായി സ്ഥിതി ചെയ്യുന്നത്. മൈസൂര്, മാന്ദ്യ, ശ്രീരംഗപട്ടണം, ശിവസമുദ്ര, തിരുച്ചിറപ്പള്ളി, ഈറോഡ്, തഞ്ചാവൂർ, ഡെൽറ്റായിക് റീജിയൻസ് ഓഫ് കൂടല്ലൂർ അല്ലെങ്കിൽ കൂടല്ലൂർ എന്ന് പറഞ്ഞാൽ മതി. കൂടല്ലൂർ എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ പരിപാടി കംപ്ലീറ്റഡ് ആണ്. ഇത്രയും പ്രധാനപ്പെട്ട പട്ടണങ്ങൾ. ശിവസമുദ്രം വെള്ളച്ചാട്ടം, ഹൊഗനേക്കൽ വെള്ളച്ചാട്ടം, ചുഞ്ചി വെള്ളച്ചാട്ടം എന്നിവയെല്ലാം കാവേരി നദിയിലേക്ക് കാണുന്ന പ്രശസ്തമായ വെള്ളച്ചാട്ടം. ഇതിന് പുറമെ വേറെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. ചെറിയ എന്താ പറയുക, വാട്ടർഫോൾസും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുമെങ്കിലും പ്രധാനികളായി ഇവരെ നമുക്ക് പറയാവുന്നതാണ്. ശിവസമുദ്രം കർണാടകയിലാണ്, ഹൊഗനേക്കൽ തമിഴ്നാട്ടിലായിട്ട് കാണപ്പെടുന്ന വെള്ളച്ചാട്ടമാണ്. അതുപോലെ ചുഞ്ചി ഫോൾസും ബാംഗ്ലൂരിനടുത്തായി കാണുന്ന കർണാടകയിൽ കാണുന്ന അർക്കാവതി നദിയിൽ, കാവേരിയുടെ തന്നെ ഒരു ട്രിബ്യൂട്ടറി ആയ അർക്കാവതി നദിയിലായി കാണുന്ന വെള്ളച്ചാട്ടമാണ് ചുഞ്ചി ഫോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രിബ്യൂട്ടറീസിൽ കാണുന്ന വെള്ളച്ചാട്ടത്തെ കൂടി പരാമർശിച്ച സ്ഥിതിക്ക് നമുക്ക് ട്രിബ്യൂട്ടറീസിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണം. ലെഫ്റ്റ് ബാങ്ക്, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറികൾ അർക്കാവതി, ഹേമാവതി, ഷിംസ, ഹരംഗി. ആരൊക്കെയാണ്? അർക്കാവതി, ഹേമാവതി, ഷിംസ ആൻഡ് ഹരാംഗിയാണ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആകട്ടെ ലക്ഷ്മണ തീർത്ഥ, സുവർണാവതി, നോയൽ, ഭവാനി, കബനി, അമരാവതി എന്നീ നദികൾ. ഇതിനോടൊപ്പം പാമ്പാറും ചേർക്കാം. പാമ്പാറ് ചെറുതായതുകൊണ്ട് ഇതിനകത്ത് പരാമർശിക്കാതെ പോയതാണ്, ബട്ട് അതും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസിനെ മാത്രം പറയുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒന്ന് കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാക്കാനായിട്ടൊരു ടേബിളാർ ഫോമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിനെ പറ്റിയിട്ടുള്ളൊരു ഇൻഫർമേഷൻ. ഹാരംഗി റിവർ ഒറിജിനേറ്റ്സ് ഇൻ ദ പുഷ്പഗിരി ഹിൽസ് ഓഫ് വെസ്റ്റേൺ ഘട്ട്സ്, കൊടക് ഡിസ്ട്രിക്ട് ഓഫ് കർണാടക. കർണാടകയിലെ കൊടകിൽ നിന്ന് തന്നെയാണ്, പുഷ്പഗിരി കുന്നുകളിൽ നിന്നാണ് ഹാരംഗി എന്ന ട്രിബ്യൂട്ടറി, കാവേരിയുടെ ട്രിബ്യൂട്ടറി ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഫസ്റ്റ് മേജർ ട്രിബ്യൂട്ടറീസ് ടു ജോയിൻ ദ കാവേരി. അങ്ങനെയുള്ള ആ ഒരു പ്രദേശത്തിന് ശേഷം തന്നെയാണ് നമ്മൾ ഹാരംഗി അണക്കെട്ടൊക്കെ സ്ഥിതി ചെയ്യുന്നതും. കർണാടകയിൽ ഇറിഗേഷന് വേണ്ടിയിട്ട് ഏറ്റവും അധികം സഹായിക്കുന്ന അണക്കെട്ടുകളിലൊന്നാണ്
ഹാരംഗി അണക്കെട്ട് എന്ന് പറയുന്നത്. ഹാരംഗി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് പേര് കേൾക്കുമ്പോൾ തന്നെ കാര്യം പിടികിട്ടുമല്ലോ. കാവേരി നദിയുമായി ആദ്യം കൂടിച്ചേരുന്ന നദികളിൽ ഒന്നാണ്, ട്രിബ്യൂട്ടറികളിൽ ഒന്നാണ് ഹാരംഗി എന്ന് കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ആൾ ഹേമാവതി. ചിക്കമംഗ്ലൂരാണ്, കർണാടകയിലെ ചിക്കമംഗ്ലൂരു ഡിസ്ട്രിക്റ്റിൽ, കൊടകല്ല ചിക്കമംഗ്ലൂരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന നദിയാണ് ഹേമാവതി. കൺസിഡേർഡ് ദി ലോങ്കസ്റ്റ് ട്രിബ്യൂട്ടറി, കാവേരിയുടെ ലോങ്കസ്റ്റ് ട്രിബ്യൂട്ടറി ആയി കൺസിഡർ ചെയ്യുന്നു ഹേമാവതിയെ. ജോയിൻസ് ദി കാവേരി നിയർ ദ കൃഷ്ണരാജ സാഗർ റിസർവോയർ ആൻഡ് എ ഡാം നോൺ ആസ് ഗോരൂർ ഡാം ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി ഹേമാവതി റിവർ. അപ്പോൾ ഗോരൂർ എന്ന ഡാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹേമാവതിയിലാണ്. ഗോരൂർ ഡാം അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹേമാവതിയിൽ. അത് പഠിക്കണം. മറ്റത് ഹാരംഗി ഡാം ഹാരംഗി നദിയിലാണെന്നുള്ളത് പേര് കേട്ടാൽ മനസ്സിലാവുന്ന കാര്യം. അത് നിങ്ങൾ പഠിക്കണ്ട, പ്രത്യേകിച്ച് എടുത്ത് പഠിക്കണ്ട. പക്ഷേ ഗോരൂർ ഡാം ഹേമാവതിയിലാണെന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പഠിക്കണം. നെയിം കണക്ഷൻസ് ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട്. മൂന്നാമത്തേത് ഷിംഷ. ദേവരായന ദുർഗ ഹിൽസ്, തുംകൂർ ഡിസ്ട്രിക്ട്, കർണാടക. ദേവരായന ദുർഗ ഹിൽസ് തുംകൂർ ഡിസ്ട്രിക്റ്റ് കർണാടകയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഫ്ലോസ് എൻറ്റയർലി വിതിൻ കർണാടക ആൻഡ് നോൺ ഫോർ ദി ഷിംഷ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റ്. കേട്ടോ, അപ്പോൾ ഷിംഷ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റിന് പേര് കേട്ട നദി കൂടിയാണ് ഷിംഷ എന്ന ട്രിബ്യൂട്ടറി. കണക്ട് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് എടുത്ത് പറയുന്നില്ല. 4 അർക്കാവതി നന്ദി ഹിൽസിലാണ്. ചിക്കബല്ലാപൂർ ഡിസ്ട്രിക്റ്റിലെ നന്ദി ഹിൽസിൽ നിന്നാണ് ആർക്കാവതി ഒറിജിനേറ്റ് ചെയ്യുന്നത്. ജോയിൻസ് കാവേരി അറ്റ് മെക്കേഡത്ത് അല്ലെങ്കിൽ സംഗമ. ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കൻറ്റ് ബട്ട് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ഹാസ് ഡിക്രീസ്ഡ് ഡ്യൂ ടു വാട്ടർ ഡൈവേർഷൻ ഫോർ അർബൻ യൂസ്. ബാംഗ്ലൂരിലേക്കൊക്കെ ജലലഭ്യത ഉറപ്പാക്കുന്നതിനായി ഡൈവേർഷൻസ് ഒക്കെ ആർക്കാവതി നദിയിൽ നിന്ന് നടത്തിയിരുന്നു എന്നതുകൊണ്ട് തന്നെ കാവേരിയിലേക്കുള്ള മേജർ കോൺട്രിബ്യൂട്ടറായി നിൽക്കുന്നതിൽ ഇന്നൊരു ചെറിയ ഇടിവ് ആർക്കാവതിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിൽ ലക്ഷ്മണ തീർത്ഥ. ആദ്യത്തത് ലക്ഷ്മണ തീർത്ഥ. ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന്, കൊടക് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് തന്നെയാണ് ലക്ഷ്മണ തീർത്ഥയുടെ ഒറിജിൻ. ഫ്ലോസ് ഈസ്റ്റ്വേർഡ് ആൻഡ് ജോയിൻസ് ദി കാവേരി ഇൻ കൃഷ്ണരാജ സാഗര ലേക്ക്. കൃഷ്ണരാജ സാഗര ലേക്കിൻ്റെ ഭാഗത്ത് വെച്ച് കാവേരി നദിയുമായി കൂടിച്ചേരുന്നു. പേരിൽ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്നവനായതുകൊണ്ട് തന്നെ കാവേരിയുടെ തന്നെ സ്വന്തം സോഴ്സിനോട് ഏറ്റവും അടുത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു പോഷക നദി കൂടിയാണ് ലക്ഷ്മണ തീർത്ഥ എന്ന് മനസ്സിലാക്കാം. കാവേരിയുടെ സ്വന്തം ഒറിജിനിൽ നിന്ന് ഉത്ഭവസ്ഥാനത്തിനോട് ഏറ്റവും അടുത്തുള്ള ഒരു ഉത്ഭവസ്ഥാനത്ത് നിന്ന് തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു നദിയാണ് ലക്ഷ്മണ തീർത്ഥ. നമ്മൾ ഗംഗോത്രി ഹിമാനിക്ക് അടുത്ത് നിന്ന് യമുനോത്രി ഹിമാനിയിൽ നിന്ന് യമുന ഒറിജിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ കാര്യവും. 2 കബനി. കബനിയുടെ പഴയ നാമം കാപ്പില എന്നായിരുന്നു കേട്ടോ. ഓൾഡ് നെയിമാണ് കപില എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. കബനി ഓർ കപില എന്ന് എഴുതിയിരിക്കുന്നെങ്കിലും കപില ആക്ച്വലി ഓൾഡ് നെയിമാണ്, ഓൾഡ് നെയിം, പഴയ നാമമാണ്. എനിഹൗ, വയനാട് ജില്ലയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കബനി നദി. വയനാട് പീഠഭൂമിയിലൂടെ ഒഴുകിച്ചെന്ന് കാവേരിയിലേക്ക് ജോയിൻ ചെയ്യുന്ന നദി. An important perennial tributary flowing eastward into Karnataka, and Kabani Dam creates a reservoir known for its wildlife backwaters. കബനി അണക്കെട്ട് കബനി നദിയിലായി സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ടൊരു നിർമ്മിതിയായിട്ടും പറയാം. പിന്നുള്ളത് സുവർണവതി. സുവർണവതി കർണാടകത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമാണ് മനസ്സിലാക്കുന്നത്. ഓൾസോ കോൾഡ് ആസ് ഹൊന്നുഹോൾ. എന്താ വിളിക്കുക? ഹൊന്നുഹോൾ എന്നുകൂടി വിശേഷിപ്പിക്കുന്ന നദിയാണ് സുവർണാവതി എന്ന നദി. ഭവാനി നീലഗിരി കുന്നുകളിൽ നിന്ന് തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്ന മറ്റൊരു നദിയാണ്. നീലഗിരി കുന്നുകളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന നദിയാണ് ഭവാനി. ദ സെക്കൻഡ് ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ജോയിൻസ് ദ കാവേരി below the Mettur reservoir in Tamil Nadu. Bhavani Sagar Dam is one of the world's largest earthen dam built on the Bhavani River. Bhavani Sagar പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും അത് ഭവാനി അണക്കെട്ടിലാണ്. പക്ഷേ അത് ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ എർത്തൻ ഡാമുകളിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഡാമുകളിൽ ഒന്നാണ് ഭവാനി സാഗർ അണക്കെട്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അഞ്ചാമത്തെ ആൾ നോയൽ. വെല്ലിംഗിരി ഹിൽസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു. സ്മോളർ ബട്ട് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻ തമിഴ്നാടു ആൻഡ് ഇറ്റ് ഫ്ലോസ് ത്രൂ കോയമ്പത്തൂർ ആൻഡ് തിരുപ്പൂർ ജോയിനിങ് ദി കാവേരി അറ്റ് കൊടുമുടി. കൊടുമുടിയിൽ വെച്ച് തിരുപ്പൂരിലൂടെയും കോയമ്പത്തൂരിലൂടെയും ഒഴുകി വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്ന നദി കൂടിയാണ് കേട്ടോ നൊയ്യാൽ റിവർ എന്ന് പറയുന്നത്. അപ്പോൾ നൊയ്യൽ റിവർ വെല്ലിംഗിരി ഹിൽസ്, വെസ്റ്റേൺ ഗട്ട്സിലെ വെല്ലിംഗിരി ഹിൽസ് തമിഴ്നാട്ടിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് കാവേരിയിലേക്ക് വന്ന് പതിക്കുന്നതാണ്. കോയമ്പത്തൂരും തിരുപ്പൂരും എന്നീ പട്ടണങ്ങൾ താണ്ടി കാവേരിയിൽ വന്ന് പതിക്കുന്ന നദിയാണെന്ന് മനസ്സിലാക്കാം. ലാസ്റ്റ് വൺ അമരാവതിയാണ്. അമരാവതി മഞ്ചംപട്ടി വാലിയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ആനമലയുടെ
അല്ലെങ്കിൽ ആനമലയ്ക്കും പളനിമലയ്ക്കും ഇടയിൽ എന്നും പറയാം നമുക്ക്. ആനമലയിൽ നിന്നോ ആനമലയ്ക്കും പളനിമലയ്ക്കും ഇടയ്ക്കുള്ള മഞ്ചംപട്ടി ഹിൽസിൽ നിന്ന് അല്ലെങ്കിൽ വാലിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വരുന്ന നദി. കൺസിഡർഡ് ദി ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ബൈ സം മെട്രിക്സ്, എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് ബേസിൻ ഏരിയ ഇൻ തമിഴ്നാട്. തമിഴ്നാട്ടിലെ പ്രദേശവും അതായത് വൃഷ്ടി പ്രദേശവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ നദിയായിട്ട്, വലിയൊരു ട്രിബ്യൂട്ടറി ആയിട്ട് നമ്മൾ അമരാവതിനെ കൺസിഡർ ചെയ്യുന്നു. വൈറ്റൽ ഫോർ ഇറിഗേഷൻ, ദ അമരാവതി ഡാം ഈസ് ഓൺ ദ റിവർ ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഓൾസോ വിത്ത് എ ലെങ്ത് ഓഫ് 282 കിലോമീറ്റേഴ്സ്. ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറികളിൽ ഒന്നായിട്ട് തന്നെ നമ്മൾ അമരാവതിനെയും പരിഗണിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായി കാവേരി എന്ന നദിയുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന പ്രധാനപ്പെട്ട പോഷക നദികളെ കൊണ്ട് മനസ്സിലാക്കാനായിട്ട് ഉള്ളതെന്നുള്ളത്. അങ്ങനെ അമരാവതി ഈസ് ദി ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് കാവേരി എന്ന് പറയാം. കാവേരിയുടെ ഏറ്റവും നീളം കൂടിയ ട്രിബ്യൂട്ടറി ഏതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം അമരാവതി വേണം. ടോട്ടലി ഏത് റൈറ്റ് ബാങ്കോ ലെഫ്റ്റ് ബാങ്കോ ഏത് നോക്കിയാലും ഏറ്റവും വലിയ നീളം കൂടിയെന്ന് പറയുമ്പോൾ അത് അമരാവതിയാണ് നമ്മൾ പറയുകയും ചെയ്യുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി കാവേരി നദിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന പ്രധാനപ്പെട്ട അണക്കെട്ടുകളെ, ഡാമുകളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യത്തേത് കൃഷ്ണരാജ സാഗർ അണക്കെട്ട്. ഏതാണ്? കൃഷ്ണരാജ സാഗര അണക്കെട്ട് അല്ലെങ്കിൽ കൃഷ്ണരാജ സാഗർ അണക്കെട്ട്. മൈസൂരിനടുത്ത് മാന്ദ്യ ജില്ലയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന അണക്കെട്ടാണ്. ദ മെയിൻ കാവേരി റിവർ ഏത് നദിയിലാണ്? പ്രധാനപ്പെട്ട കാവേരി, നമ്മുടെ മെയിൻ കാവേരി നദി. പ്രധാനപ്പെട്ട എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ഒറിജിനേറ്റ് ചെയ്ത് വരുന്ന കാവേരി നദി തന്നെ, ട്രിബ്യൂട്ടറിയിലൊന്നുമല്ല, കാവേരി നദിയിൽ തന്നെയായി ഹേമാവതിയുടെയും ലക്ഷ്മണതീർത്ഥയുടെയും കോൺഫ്ലുവൻസിന് മുൻപായി കാണുന്ന അതിന് ബിലോ ആയിട്ട് കാണുന്ന പോർഷനിലാണ് കാവേരി നദിയിൽ കൃഷ്ണരാജ സാഗർ അണക്കെട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ശ്രീ എം വിശ്വേശ്വരയ്യ, വളരെ പ്രസിദ്ധനായ ശ്രീ എം വിശ്വേശ്വരയ്യ അല്ലേ, അണ്ടർ ദി പാട്രണേജ് ഓഫ് കൃഷ്ണരാജ വാദിയാർ IV. ഇദ്ദേഹമാണ്, ഈ എം വിശ്വേശ്വരയ്യയാണ് ഈ ഒരു കൃഷ്ണരാജ സാഗർ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചിട്ടുണ്ടായിരുന്ന മനുഷ്യൻ. അതുകൊണ്ട് തന്നെ വിശ്വേശ്വരയ്യ അണക്കെട്ട് എന്നറിയപ്പെടുന്ന ഡാം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൃഷ്ണരാജ സാഗർ അണക്കെട്ടാണ്. കൃഷ്ണരാജ സാഗർ അണക്കെട്ടാണ് ഈ വിശ്വേശ്വരയ്യ അണക്കെട്ട് എന്ന പേരിലും അറിയപ്പെടുന്നത് മനസ്സിലാക്കുക. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുപ്പമേറിയ റിസർവോയറുകളിൽ ഒന്നായി അതുകൊണ്ട് തന്നെ ഈ ഒരു അണക്കെട്ടിന് ഉപരിഘട്ടത്തായി വരുന്ന നദി മാറുകയും വൃന്ദാവൻ ഗാർഡൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, മൈസൂരിലെ വൃന്ദാവൻ ഗാർഡൻസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുന്ന വളരെ പ്രസിദ്ധമായ പൂന്തോട്ടത്തിൻ്റെ ഒക്കെ എന്താ പറയുക വഴി ഒരുക്കുന്നുണ്ട് ഈ ഒരു അണക്കെട്ട് എന്നുള്ളതാണ്. ബംഗളൂരു, മൈസൂരു എന്നീ പട്ടണങ്ങളിലേക്ക് പ്രധാനമായി ജലലഭ്യത ഉറപ്പാക്കുന്നതിനും കൃഷ്ണരാജ സാഗർ അണക്കെട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. വളരെ പ്രസിദ്ധമായിട്ടുള്ള വിശ്വേശ്വരയ്യ അണക്കെട്ട് എന്ന രീതിയിൽ അറിയപ്പെടുന്ന അണക്കെട്ടാണ് ശ്രീ കൃഷ്ണസാഗർ അണക്കെട്ട് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തേത് മേട്ടൂർ ഡാം. മേട്ടൂർ ഡാമിൻ്റെ മറ്റൊരു പേര് സ്റ്റാൻലി റിസർവർ എന്ന് വിളിക്കും. മേട്ടൂർ ഡാമിൽ വരുന്ന റിസർവറാണ്, അതിൻ്റെ പുറകിൽ വരുന്ന റിസർവറിനെയാണ് സ്റ്റാൻലി റിസർവർ എന്നറിയപ്പെടാറുണ്ട്. അപ്പോൾ ഈ സ്റ്റാൻലി റിസർവർ ഏത് ഡാമിൻ്റെ ഭാഗമായിട്ട് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാവേരി നദിയിലുള്ള മേട്ടൂർ അണക്കെട്ടിൻ്റെ മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിസർവറിൻ്റെ പേരാണ് സ്റ്റാൻലി അണക്കെട്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. റിസർവർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അണക്കെട്ട് പണി കഴിപ്പിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശമില്ലേ, അതിനെയാണ് നമ്മൾ റിസർവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ മേട്ടൂർ ഡാമിൻ്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ലാർജസ്റ്റ് ഡാം ഇൻ തമിഴ്നാടു. ദ റിസർവർ ഈസ് കോൾഡ് സ്റ്റാൻലി റിസർവർ. ഇറ്റ് ഈസ് ദി ലൈഫ് ലൈൻ ഫോർ ദി കാവേരി ഡെൽറ്റ അഗ്രികൾച്ചർ. കാവേരിയുടെ തീരത്തുള്ള കാർഷിക മേഖലയ്ക്ക് ഏറ്റവും പ്രധാനമായ ജീവസ്രോതസ്സായി മാറുന്ന അണക്കെട്ടാണ് മേട്ടൂർ ഡാം. നിങ്ങൾക്ക് ഇവിടെ മേട്ടൂർ റിസർവറിനെ ചിത്രത്തിൽ പോലും മാപ്പിൽ പോലും കാണാൻ തക്ക വണ്ണം വലുപ്പത്തിൽ കാണിച്ചിരിക്കുന്ന രേഖപ്പെടുത്തിയിരിക്കുന്ന അണക്കെട്ടാണ് മേട്ടൂർ അണക്കെട്ട് എന്ന് പറയുന്നത്. കൃഷ്ണരാജ സാഗർ അണക്കെട്ട് നമുക്കിവിടെ ഈ ഒരു പ്രദേശത്തായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിച്ചിരുന്നു, കർണാടകയിൽ മൈസൂരിനടുത്ത്. അതുപോലെ മേട്ടൂർ അണക്കെട്ട് തമിഴ്നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിൽ തമിഴ്നാട്ടിലേക്ക് കാവേരി പ്രവേശിച്ചതിന് ശേഷം തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കുന്ന തരത്തിലാണ് നമുക്ക് ദൃശ്യമാവുന്നത് മേട്ടൂർ റിസർവർ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പർ സ്ട്രെച്ചസ് ഓഫ് കാവേരിയാണ്, തമിഴ്നാട്ടിലെ അപ്പർ സ്ട്രെച്ചസ് ഓഫ് കാവേരിയിലാണ് മേട്ടൂർ അണക്കെട്ട് കാണുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം. ഇറ്റ് ഇസ് ദി ലൈഫ് ലൈൻ എന്ന് നമ്മൾ പറഞ്ഞു. സപ്പോർട്ട്സ് ദി മേട്ടൂർ തെർമൽ പവർ സ്റ്റേഷൻ ആൻഡ് അലുമിനിയം ഇൻഡസ്ട്രീസ് മാൽക്കോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മേട്ടൂർ തെർമൽ പവർ സ്റ്റേഷൻ്റെയും അലുമിനിയം ഇൻഡസ്ട്രിക്കും ഒക്കെ ഉള്ള ജലലഭ്യത ഉറപ്പാക്കുന്നത് മേട്ടൂർ അണക്കെട്ടിൽ നിന്നാണ് എന്നുള്ളതാണ് പറയുന്നത്. 3, ഗ്രാൻഡ് ആനിക്കട്ട് കല്ലണൈ. ഇന്ത്യയിലെ ആദ്യ ഡാമാണ് കല്ലണൈ ഡാം. ഇന്ത്യയുടെ ആദ്യ ഡാമാണ് ഗ്രാൻഡ് ആനിക്കട്ട് എന്ന് വിളിക്കുന്ന കല്ലണൈ ഡാം. ലൊക്കേഷൻ തഞ്ചാവൂരിലാണ്. എവിടെയാണ്? ഇന്ത്യയിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തമിഴ്നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു പട്ടണമായ തഞ്ചാവൂരിലാണ് ഗ്രാൻഡ് ആനിക്കട്ട് എന്ന് വിളിക്കുന്ന കല്ലണൈ ഡാം സ്ഥിതി ചെയ്യുന്നത്. കാവേരി നദിയിലായി തന്നെ. കരികാല ചോളൻ എന്ന ഭരണാധികാരി 2-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന അണക്കെട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യയിലെ ആദ്യ അണക്കെട്ടാണിത് എന്ന രീതിയിലുള്ളൊരു പരാമർശം
കല്ലണൈ ഡാമിന് പിന്നെ കൈവരുന്നത്. കല്ലണൈ ഡാം വളരെ പഴക്കം ചെന്ന ഇന്നും കാര്യമായിട്ട് നിലകൊള്ളുന്നൊരു ഡാമാണ്. വൺ ഓഫ് ദി ഓൾഡസ്റ്റ് വാട്ടർ റെഗുലേഷൻ സ്ട്രക്ചേഴ്സ് ഇൻ ദ വേൾഡ് സ്റ്റിൽ ഇൻ യൂസ്. അതായത് പറയുന്നത് ഇന്നും പ്രവർത്തനക്ഷമമായി നിൽക്കുന്ന ഒരു അണക്കെട്ട് കൂടിയാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ജലത്തെ റെഗുലേറ്റ് ചെയ്യാനായി, കൺട്രോൾ ചെയ്യുവാനായി, നിയന്ത്രിക്കുവാനായി പണി കഴിപ്പിച്ചിരിക്കുന്ന നിർമ്മിതികളിൽ ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജലത്തെ കൺട്രോൾ ചെയ്യാൻ മീൻസ് ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന സ്ട്രക്ചറുകളിൽ ഒന്ന് തന്നെയാണ് കല്ലണൈ ഡാം എന്ന് പറയുന്നത്. അത് ഈ കാവേരി നദിക്ക് കുറുകെയാണ്. സ്പ്ലിറ്റ്സ് ദ റിവർ ഇൻ 4 സ്ട്രീംസ്. കാവേരി, വെണ്ണാർ, പുത്തുവാറ്, പിന്നെ കൊല്ലി ഡാം എന്നിങ്ങനെ 4ആയി കാവേരി നദിയുടെ ജലത്തെ ഡിവൈഡ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് ഈ ഒരു കല്ലണൈ അണക്കെട്ടിൽ വച്ച് എന്നാണ് പറയുന്നത്. ഇറിഗേഷന് വേണ്ടിയിട്ടായിട്ട് 4 വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് ജലം പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണത്. 1079 ഫീറ്റ് ഇൻ ലെങ്ത്, 66 ഫീറ്റ് ഇൻ വിഡ്ത്ത്, 18 ഫീറ്റ് ഇൻ ഹൈറ്റ്. അതൊന്നും വേണമെന്നൊന്നുമില്ല, ആ ഇൻഫർമേഷൻസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ലെങ്തും വിഡ്ത്തും ഒന്നും അറിയില്ലെങ്കിലും പ്രശ്നമില്ല. 4 ശിവസമുദ്രം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്. കാവേരി നദിയിലായി കർണാടകത്തിലെ മന്ത്യ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ശിവസമുദ്രം. ദ റിവർ സ്പ്ലിറ്റ്സ് ഇൻ ടു 2 സ്ട്രീംസ് ഹിയർ ഫോമിംഗ് ദി ഐലൻഡ് ഓഫ് ശിവസമുദ്ര ആൻഡ് ക്രിയേറ്റിംഗ് 2 വാട്ടർഫോൾസ്. ഈ അണക്കെട്ടിൻ്റെ ഭാഗമായി ശിവസമുദ്രം വെള്ളച്ചാട്ടവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 2 വെള്ളച്ചാട്ടവും ഒരു ശിവസമുദ്ര ഐലൻഡും ഈ പ്രദേശത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? ഗഗനാചുക്കി വെസ്റ്റേൺ ബ്രാഞ്ചും ബാരാചുക്കി ഈസ്റ്റേൺ ബ്രാഞ്ചും. ശിവസമുദ്രത്തിൻ്റെ ഭാഗമായി കണക്ട് ചെയ്യപ്പെടുന്ന 2 വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ഗഗനാചുക്കി പശ്ചിമ ഭാഗത്തായും ബാരാചുക്കി കിഴക്കൻ ഭാഗത്തായിട്ടും 2 വെള്ളച്ചാട്ടങ്ങൾ. ദി പവർ സ്റ്റേഷൻ ഈ സിറ്റുവേറ്റഡ് നിയർ ഗഗനാചുക്കി. അതിൽ ഗഗനാചുക്കിക്ക് അടുത്തായിട്ടാണ് നമ്മുടെ ഈ ശിവസമുദ്രം ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഹിസ്റ്റോറിക് സിഗ്നിഫിക്കൻസ്, ഇത് 1902 കമ്മീഷൻ ചെയ്ത് ഇന്ത്യയിലെ ആദ്യ മേജർ ഹൈഡ്രോ പവർ സ്റ്റേഷൻ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് കാവേരി നദിയിലെ ശിവസമുദ്രം ഹൈഡ്രോ പവർ പ്രൊജക്റ്റ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആവശ്യം. എങ്ങനെ 1902 കമ്മീഷൻ ചെയ്ത് 1902 ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കമ്മീഷൻ ചെയ്യുന്ന അണക്കെട്ടാണ്, അല്ലെങ്കിൽ ഹൈഡ്രോ പവർ പ്രൊജക്റ്റാണിത്. ജലത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊജക്റ്റ്, ജലവൈദ്യുത ഉൽപ്പാദന പ്ലാന്റ്. ആൻഡ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ആസ് ദി ഫസ്റ്റ് മേജർ ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഹൈഡ്രോ പവർ സ്റ്റേഷൻ ഇൻ ഇന്ത്യ. അതാണ് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ദ പ്രൊജക്ട് വാസ് എക്സിക്യൂട്ടഡ് ബൈ ശ്രീ കെ ശേഷാദ്രി അയ്യർ. അന്നത്തെ മൈസൂരിലെ ദിവാനായിരുന്ന ശേഷാദ്രി അയ്യരുടെ മേൽനോട്ടത്തിലാണ് ഈ അണക്കെട്ട് പണി കഴിപ്പിക്കുന്നത്. അണ്ടർ ഉഡയാർ ഡൈനാസ്റ്റിക്ക് കീഴിൽ, രാജവംശത്തിന് കീഴിൽ. ശരിക്കും ഇറ്റ് വാസ് ബിൽഡ് പ്രൈമർലി ടു സപ്ലൈ ഇലക്ട്രിസിറ്റി ടു ദി കോലാർ ഗോൾഡ് ഫീൽഡ് ലൊക്കേറ്റഡ് അബൌട്ട് 147 കിലോമീറ്റേഴ്സ് അവേ. നമുക്കറിയാവുന്നതാണ് KGF കേവലം ഒരു ചിത്രം മാത്രം, ഒരു സിനിമ മാത്രമല്ല, സിനിമയിൽ കാണിക്കുന്നതല്ല ശരിക്കുമുള്ള KGF എങ്കിലും ശരിക്കും KGF എന്ന ഒരു സ്വർണ്ണ ഖനി ഈ നാട്ടിലുണ്ടായിരുന്നു, കർണാടകത്തിലുണ്ടായിരുന്നു. ഇന്നും ഉണ്ട് കർണാടകത്തിൽ സ്വർണ്ണ ഖനി. KGFും ഇന്നും പോയാൽ കാണാൻ പറ്റുമെങ്കിൽ ഇന്ന് പ്രവർത്തനക്ഷമമല്ല KGF. 2011 മറ്റോ ആണ് KGFിൻ്റെ പ്രവർത്തനം നിർത്തുന്നതും പൂർണ്ണമായി നിലയ്ക്കുന്ന 2020 സമയങ്ങളിൽ എങ്ങാണ്ടുമാണ്. 2011 ശേഷം KGFിൽ അങ്ങനെ പ്രവർത്തനമില്ല. പക്ഷേ കർണാടകയിൽ വേറൊരു സ്വർണ്ണ ഖനി ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഹട്ടി ഗോൾഡ് ഫീൽഡ് എന്ന് പറയുകയും ചെയ്യും. ഹട്ടി ഗോൾഡ് മൈൻ അതിന്നും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കർണാടകത്തിന് സ്വർണ്ണ നിക്ഷേപമുണ്ട്. സ്വർണ്ണ നിക്ഷേപം അവരത് ഖനനം ചെയ്തെടുക്കാറുമുണ്ട്. അങ്ങനെ ആദ്യം ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ സ്വർണ്ണഖനിയാണ് ഈ കോലാർ ഗോൾഡ് ഫീൽഡ് എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ റോക്കി ഭായ് ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ കോലാർ ഗോൾഡ് ഫീൽഡിലേക്ക് ജലലഭ്യത ഉറപ്പാക്കാൻ ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികൾ പണിയെടുത്തിരുന്ന ഒരു പ്രദേശമായതുകൊണ്ട് അവിടേക്കുള്ള ജലലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പർട്ടിക്കുലർലി ഈ പറയുന്ന ശിവസമുദ്രം ഹൈഡ്രോ പവർ പ്രൊജക്റ്റിൻ്റെ അവിടെ ഒരു അണക്കെട്ട് പണിത് വെള്ളം റീലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങുന്നത്. അതായിരുന്നു ഇനീഷ്യലി പർപ്പസ്, അല്ലെങ്കിൽ ആദ്യം വിഭാവനം ചെയ്ത ഉദ്ദേശം ഇതായിരുന്നു എന്നുള്ളതാണ്. ദ ട്രാൻസിഷൻ ലൈൻ അത് മാത്രമല്ല, ജലലഭ്യത ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമല്ല, ഇലക്ട്രിസിറ്റി സപ്ലൈ ഉറപ്പാക്കുക എന്നുള്ളത്. അത് ഞാൻ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ഇലക്ട്രിസിറ്റി സപ്ലൈ കൂടി ഉറപ്പാക്കുക. അവിടത്തേക്ക് കറണ്ട് വേണമല്ലോ, ക്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും പിന്നെ ഈ മൈനിങ് ആക്ടിവിറ്റി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ വൈദ്യുതിയുടെ സപ്ലൈ കോലാർ ഗോൾഡ് ഫീൽഡ് എന്ന പ്രദേശത്ത് തീർത്തും അത്യന്താപേക്ഷിതമായി നിന്നിരുന്ന സാഹചര്യത്തിൽ ശിവസമുദ്രം ഹൈഡ്രോ പവർ പ്രൊജക്റ്റിനെ വിനിയോഗിച്ചത് അതിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ്. എസെൻഷ്യലി കോടിക്കണക്കിന് രൂപയുടെ മുതൽ ആസ്തി ലഭ്യമാകാൻ സാധ്യതയുള്ളൊരു പ്രൊജക്റ്റാണ് KGF അല്ലേ. അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ട് കറണ്ട് എത്തിക്കുക എന്നുള്ള പർപ്പസ്. ദ ട്രാൻസ്മിഷൻ ലൈൻ ലീഡ് ഫ്രം ശിവസമുദ്രം ടു KGF വാസ് ദി ലോങ്സ്റ്റ് ട്രാൻസ്മിഷൻ ലൈൻ ഇൻ ദ വേൾഡ് അറ്റ് ദാറ്റ് ടൈം. 147 കിലോമീറ്റർ കവർ ചെയ്ത് വന്നിരിക്കുന്ന ട്രാൻസ്മിഷൻ ലൈനാണ് ലോകത്തിൽ
1902 കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും ദൈർഘ്യമേറിയ ട്രാൻസ്മിഷൻ ലൈൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അന്തകാലത്തിലാണ്, ഇന്തകാലത്തിലല്ല, ആ സമയത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ഇന്ന് ഇറ്റ് ഈസ് എ ഫങ്ഷനിങ് പവർ സ്റ്റേഷൻ ആൻഡ് വാസ് ഡിക്ലെയർഡ് എ നാഷണൽ ഹെറിറ്റേജ് സ്ട്രക്ചർ ഇൻ 2006. 2006 ഒരു ദേശീയ ഹെറിറ്റേജ് സ്ട്രക്ചറായി വിശേഷിപ്പിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഊർജ്ജ ഉൽപാദന സ്രോതസ്സായി തന്നെയാണ് ശിവസമുദ്രം ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് മാറിയിരിക്കുന്നത് കൂടി മനസ്സിലാക്കാം. കാവേരി വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായി കൂടി നിലകൊള്ളുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു റിസർവയറിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് കാവേരി വന്യജീവി സങ്കേതത്തെയും കാണുവാൻ സാധിക്കുന്നു കൂടിയാണ്. കാവേരി വന്യജീവി സങ്കേതം പറഞ്ഞ സ്ഥിതിക്ക് തുടർച്ചയായി അതിന് തുടർച്ചയായി, ആ പറഞ്ഞ വസ്തുതയ്ക്ക് തുടർച്ചയായി കാവേരി എന്ന നദിക്ക് ചുറ്റുമായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രൊട്ടക്റ്റഡ് ഏരിയാസിനെയും സാങ്ച്വറികളെയും പറ്റിയൊന്ന് മനസ്സിലാക്കിയിരിക്കുക നല്ലതാണ്. ആദ്യത്തേത് നമ്മുടെ കാവേരി വൈൽഡ് ലൈഫ് സാങ്ച്വറി തന്നെയാണ്. കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ ചോദിച്ചാൽ കർണാടകയാണ്. റിവർ കാവേരി, അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രധാന സ്പീഷീസുകൾ ടൈഗർ, ഏഷ്യൻ എലിഫൻറ്റ്, മഗർ, ക്രോക്കഡൈൽ, 4 ഹോൺഡ് ആൻറ്റിലോപ്പ് എക്സെട്ര. മാനും പിന്നെ ഈ മുതലയും ആനയും കടുവയും ഒക്കെ തന്നെയാണ് കാവേരി വന്യജീവി സങ്കേതത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കർണാടകയിലാണ് മന്ത്യ, രാമനഗര, ചാമരാജനഗര ഡിസ്ട്രിക്റ്റിൻ്റെയൊക്കെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന പ്രദേശം. കാവേരി തന്നെയാണ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന നദി എന്നുള്ളത് ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. 2, നാഗർഹോൾ നാഷണൽ പാർക്ക്. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എന്നും വിശേഷണമുള്ള നാഗർഹോളെ വന്യജീവി സങ്കേതം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. വന്യജീവി സങ്കേതമല്ല, ദേശീയോദ്യാനം. നാഗർഹോളെ ദേശീയോദ്യാനം കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഗർഹോൾ വളരെ പ്രസിദ്ധമാണ്, യാത്രക്കാർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു പ്രദേശമാണ്. സ്പോട്ടിംഗ്, ആനിമൽ സ്പോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനകത്തൂടെയുള്ള യാത്ര ഒക്കെ നമുക്ക് സാധ്യമാക്കുന്ന നാഗർഹോളെ നാഷണൽ പാർക്ക്. നദി കാവേരിയുടെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള കബനി നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്നു. ടൈഗർ, ഏഷ്യൻ എലിഫൻറ്റ്, ലെപ്പേർഡ്, ധോളെ, സാമ്പാർ ഡിയറാണ് കേട്ടോ, മാനൊക്കെ തന്നെയാണ്. ടീക്ക് ആൻഡ് റോസ്വുഡ് ഫോറസ്റ്റ്, തേക്കും റോസ്വുഡും ഒക്കെ അടങ്ങുന്ന ഒരു ഫോറസ്റ്റും കൂടിയാണ് ഇതെന്നാണ് പറയുന്നത്. ആനയും കടുവയും ഒക്കെ തന്നെയാണ് ഇവിടെയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുക. 2, സത്യമംഗലം ടൈഗർ റിസർവ്. സത്യമംഗലം നമുക്ക് എല്ലാവർക്കും അറിയാം, തമിഴ്നാട്ടിലാണ്. സത്യമംഗലം എന്ന വനത്തെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരുപക്ഷെ പുതിയ കുട്ടികൾക്ക് പലർക്കും അറിയാൻ സാധ്യത കുറവായിരിക്കും. പണ്ട് വീരപ്പൻ എന്നൊരു ഒരു എന്താ പറയുക, ഒരു ഞെട്ടിക്കൽ വിദ്വാൻ ഉണ്ടായിരുന്നു അല്ലേ. വന്യജീവി സമ്പത്ത്, വന്യജീവികളെയും കാട്ടിലെ മരങ്ങളും ഒക്കെ വെട്ടി നശിപ്പിച്ചൊരു കാട്ടുകൊള്ളക്കാരൻ എന്ന രീതിയിലൊക്കെ വിശേഷിപ്പിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ട്, വീരപ്പൻ. എല്ലാവർക്കും വീരപ്പനെ നല്ലപോലെ അറിയാം. വീരപ്പൻ ഒരു വളരെയധികം പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായി പിന്നീട് മാറുന്നുണ്ട്. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, ഒരു വളരെ സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ തീർത്ഥം സാധാരണക്കാരനല്ല, എന്നിരുന്നാലും ഒരു വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ലോകപ്രശസ്തമാകുന്ന തരത്തിൽ കഥാപാത്രമായി മാറുന്നുണ്ടെന്നുള്ളതാണ് വീരപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ വീരപ്പൻ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റി നടന്ന സംഭവങ്ങളെല്ലാം ഈ സത്യമംഗലം കാടുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീരപ്പൻ തമിഴ്നാട്ടിലാണ്. അതുകൊണ്ട് കർണാടകമല്ല, സത്യമംഗലം ടൈഗർ റിസർവ് എന്ന പ്രൊട്ടക്റ്റഡ് ഏരിയ തമിഴ്നാട്ടിൽ ഈറോഡ് ജില്ലയുടെ ഭാഗമായിട്ട്. മൊയ്യാർ നദിയാണ് ഭവാനിയുടെ ഒരു ട്രിബ്യൂട്ടറിയായ മൊയ്യാർ റിവറിൻ്റെ തീരത്തായി കാണുന്നു. ടൈഗറും ആനയും കടുവയും ഗോറും ഒക്കെ തന്നെയാണ് ഇവിടെയും സത്യമംഗലം കാടിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന വന്യജീവി സ്പീഷീസുകൾ, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ എന്ന് പറയുന്നത്. 4ാമതായി വരുന്നത് വയനാട് വന്യജീവി സങ്കേതമാണ്. അതൊരു ആന സങ്കേതം കൂടിയാണ് കേട്ടോ. വയനാട് പിന്നെ വന്യജീവി സങ്കേതം എന്ന് പറയുമ്പോൾ അതൊരു ആന സങ്കേതം കൂടിയാണ്. ഇറ്റ് ഇസ് ബോത്ത് ആൻ എലിഫൻറ്റ് സാങ്ച്വറി ആസ് വെൽ ആസ് എ വൈൽഡ് ലൈഫ് സാങ്ച്വറി. കേരളത്തിലായി സ്ഥിതി ചെയ്യുന്ന കാവേരി നദീതടത്തിലുള്ള ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, വയനാട് വന്യജീവി സങ്കേതമാണ്. വയനാട് വന്യജീവി സങ്കേതത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, മുത്തങ്ങ വന്യജീവി സങ്കേതം. പഠിച്ചു വെച്ചേക്കുക, മുത്തങ്ങ വന്യജീവി സങ്കേതം. മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നറിയപ്പെടുന്നതും അത് തന്നെയാണ്. വയനാട് വന്യജീവി സങ്കേതത്തെ തന്നെയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതമെന്നും അറിയപ്പെടുന്നത്. കബനി നദിക്ക് തീരത്തായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണെന്ന് പറയേണ്ടതില്ല. കാരണം വയനാട്ടിലാണെന്ന് പറയുമ്പോൾ വയനാട്, കൽപ്പറ്റ ഒക്കെ ഒഴുകി, അതിലൂടെയൊക്കെ ഒഴുകി കാവേരി നദിയിലേക്ക് ചെന്നെത്തുന്ന കാവേരിയുടെ ട്രിബ്യൂട്ടറി കബനിയാണ്. മാത്രമല്ല കാവേരി പ്രധാനമായി കേരളത്തിലൂടെ ഒഴുകുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിസ്സംശയം നമുക്ക് നദി എന്ന് തന്നെ പറയാം, കബനി എന്ന് തന്നെ പറയാം. ഏഷ്യൻ എലിഫൻറ്റ്, ടൈഗർ, ഡിയർ, ബാംബൂസ് ആൻഡ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് അല്ലേ, മഴക്കാടുകളാണ് കാണുന്നത്. ബാംബൂസ്, മുളഞ്ചെടികളും ആനയും കടുവയും മാനും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ പെടാത്ത മറ്റ് ചില സ്പീഷീസിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും, പലതരത്തിലുള്ള ദേശാടന പക്ഷികൾ, മയിൽ, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ടൈഗർ വളരെ റെയറായിട്ടാണ് കാണുക കേട്ടോ. ടൈഗർ ഇസ് വെരി വെരി റെയർ ഇൻ ദിസ് പെർട്ടിക്കുലർ ഏരിയ. പക്ഷേ ടൈഗർ റെയറായിട്ട് നമുക്ക് കാണാൻ പറ്റും, ടൈഗറും കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഏഷ്യൻ എലിഫൻറ്റ്, ടൈഗർ, ഡിയർ, ബാംബൂസ് ഒക്കെയാണ് നമുക്ക് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളത്. എസെൻഷ്യലി എലിഫൻ്റ് ഒക്കെയാണ്. ആനയൊക്കെ വളരെയധികം പ്രൊട്ടക്റ്റഡ്. ആനയെ കാണാൻ
ഉള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതിനകത്ത് സഫാരിയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് പോയി ജീപ്പിൽ കയറി ഇരുന്ന് പോവുകയൊക്കെ ചെയ്യാം. കാട്ടിനകത്തൂടെയൊക്കെ ഉള്ളൊരു യാത്രയൊക്കെ സാധ്യമാക്കുന്നൊരു പാക്കേജൊക്കെ KTDC നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാറുമൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോകുന്ന ആൾക്കാർക്കൊന്ന് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി തിരികെ വരാവുന്നത് കൂടിയാണ്. ബേർഡ് സാങ്ച്വറീസ് നോക്കാം. ദ റിവേഴ്സ്, ഐലൻഡ്സ്, ബാക്ക്വാട്ടേഴ്സ് ആൻഡ് വെറ്റ്ലാൻഡ്സ് ആർ ക്രൂഷ്യൽ നെസ്റ്റിംഗ് ആൻഡ് ഫീഡിംഗ് ഗ്രൗണ്ട്സ് ഫോർ മൈഗ്രേറ്ററി ആൻഡ് റെസിഡൻറ്റ് ബേർഡ്സ്. ദേശാടന പക്ഷികൾക്കും ദേശവാസികളായ പക്ഷികൾക്കും ഒക്കെ തന്നെയും നെസ്റ്റിംഗ് ഗ്രൗണ്ടുകളായി, മുട്ടയിടുന്നതിന് വേണ്ടിയും ഫീഡിംഗ് ഗ്രൗണ്ടുകളായി, ഭക്ഷണം തേടുന്നതിന് വേണ്ടിയും ഒക്കെ തന്നെ ഈ നദി, കാവേരി നദിയുടെ ഐലൻഡുകളും ബാക്ക് വാട്ടേഴ്സും വെറ്റ്ലാൻഡും ഒക്കെ തണ്ണീർത്തടങ്ങളൊക്കെ തന്നെയും മാറുന്നുണ്ടെന്നുള്ളതാണ്. രംഗനാഥിട്ടു ബേർഡ് സാങ്ച്വറി. രംഗനാഥിട്ടു ബേർഡ് സാങ്ച്വറി കർണാടകയിലാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. Significance, it is the largest bird sanctuary in Karnataka, comprising 6 islets on the banks of the Kaveri river near Srirangapatna and is a vital nesting site. മുട്ടയിടുന്നതിന് വേണ്ടി പക്ഷികൾ മുട്ടയിടുന്നതിനായി ഏറ്റവും ഇമ്പോർട്ടൻ്റായി കരുതപ്പെടുന്നൊരു പ്രദേശമാണ് ഈ പറയുന്ന രംഗനാഥിട്ടു ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നത്. കർണാടകയിലെ ഏറ്റവും വലിയ ബേർഡ് സാങ്ച്വറിയാണ്. പെയിൻറ്റഡ് സ്റ്റോർക്ക്, സ്പോട്ട് ബിൽഡ് പെല്ലിക്കാൻ, ബ്ലാക്ക് ഹെഡഡ് ഇബിസ്, യുറേഷ്യൻ സ്പൂൺബിൽ, ഓപ്പൺ ബിൽഡ് സ്റ്റോക്ക്, റിവർ ടേൺ ആൻഡ് വേരിയസ് എഗ്രറ്റ്സ് ആൻഡ് ഹെറോൺസ് എന്നീ പറയുന്ന പലതരത്തിലുള്ള പക്ഷികളുടെ പേരുകളായിട്ട് തന്നിരിക്കുന്നതാണ്. ഇതിൽ ആരെയും ജസ്റ്റ് പേരുകളൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതിയാവും. ചില പേരുകളൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതിയാവും, എല്ലാം കൂടി വേണമെന്നില്ലതാനും. ബട്ട് ഇതൊക്കെയാണ് പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് എന്ന രീതിയിൽ ലിസ്റ്റിങ്ങിൽ വരുന്നത് കേട്ടോ. വല്ലാണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി. അത് ഓർമ്മയുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ചോദ്യം സാധ്യത കുറവാണെന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. 2, അടിച്ചുൻചനഗിരി. ആദ്യം പലതവണ പറയുന്നതാണെങ്കിലും അടിച്ചുൻചനഗിരി പീകോക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെങ്കിൽ പീകോക്ക് സാങ്ച്വറി. അടിച്ചുൻചനഗിരി പീകോക്ക് സാങ്ച്വറി ഉണ്ട്, കർണാടകയിൽ തന്നെയാണ്. എ സ്മോളർ ബേർഡ് ഫോക്കസ് സാങ്ച്വറി ഇൻ ദി മന്ധ്യ ഡിസ്ട്രിക്റ്റ് ഓഫ് ദി ബേസൻ. ഓക്കെ, മന്ധ്യ ഡിസ്ട്രിക്റ്റിൽ തന്നെയായി കാണുന്ന ഒരു ചെറിയൊരു പ്രൊട്ടക്റ്റഡ് ബേർഡ് സാങ്ച്വറിയാണ് അടിച്ചുൻചനഗിരി പീകോക്ക് സാങ്ച്വറി എന്ന് പറയുന്നത്. കാവേരി നദീതടവുമായി ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻസ്, ഏവിയൻ ഇമ്പോർട്ടൻസ് എന്താ? ഏവിയൻ എന്ന് പറയുന്നത് ഈ പക്ഷികളുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ കാവേരി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് ഐഡന്റിഫൈഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ബേർഡ് ഏരിയ റെക്കോർഡിംഗ് ഓവർ 280 സ്പീഷീസ് ഇൻക്ലൂഡിംഗ് ഗ്ലോബലി ത്രെറ്റൻഡ് വൈറ്റ് റംഡ് വൾച്ചർ ആൻഡ് ഇന്ത്യൻ വൾച്ചർ, ബോത്ത് ക്രിട്ടിക്കലി ഇഞ്ചേർഡ്, ആൻഡ് ദി യെല്ലോ തോഡ് ബുൾബുൾ. ഇപ്പോൾ ബുൾബുൾ എന്ന നദി, യെല്ലോ ത്രോട്ടഡ് ആയിട്ടുള്ള മഞ്ഞ ഖണ്ഡങ്ങളുള്ള കഴുത്തുള്ള മഞ്ഞക്കഴുത്തി ബുൾബുൾ എന്ന് പറയുന്ന നദി വൾണറബിൾ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്ന നദിയല്ലല്ലോ പക്ഷി. അതുപോലെ ഇന്ത്യൻ വൾച്ചർ ആയിക്കോട്ടെ, വൈറ്റ് റംഡ് വൾച്ചർ ആയിക്കോട്ടെ, ഇതെല്ലാം ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന IUCN കാറ്റഗറിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പക്ഷികൾ ഉൾപ്പെടെയുള്ള 280 വ്യത്യസ്തമായ സ്പീഷീസിലുള്ള പക്ഷികളെ കാണാൻ സാധിക്കുന്ന പ്രദേശമാണ് ഈ കാവേരി ബേസിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാവേരി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഏവിയൻ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പക്ഷി സംബന്ധമായിട്ടുള്ള ഒരു പ്രത്യേകത എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. അക്വാട്ടിക് ബയോഡൈവേഴ്സിറ്റി എന്ന് നോക്കുമ്പോൾ ഏറ്റവും പ്രസിദ്ധമായിട്ട് പറയാൻ സാധിക്കുന്നത് കാവേരി നദീതടത്തിലായി കാണുന്ന വളരെ പ്രധാനപ്പെട്ട ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന കാറ്റഗറിയിൽ പെടുത്തുന്ന ഒരു മത്സ്യമുണ്ട്. പേര് ഹംപ് ബാക്ക്ഡ് മെഷീർ. ആരാണ്? ഹംപ് ബാക്ക്ഡ് മെഷീർ. ഏകദേശം ഒരാളുടെ അത്ര പോലും വലുപ്പം വരാൻ സാധിക്കുന്ന, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ദി ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ഫിഷ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കാണുന്നതിൽ ഏറ്റവും വലുപ്പമേറിയ ഫ്രഷ് വാട്ടർ ഫിഷായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു ഫിഷുകളിൽ ഒന്നാണ്. എല്ലാ ഹംബാക്ഡ് മെഷീറിനും ആ വലിപ്പം കാണത്തില്ല, എന്നാൽ അത്തരം വലിപ്പം വരാൻ വരെ സാധ്യത. ഇപ്പോൾ എൻ്റെയൊക്കെ വലിപ്പം, നമ്മുടെയൊക്കെ ഒരു വലിപ്പത്തിന് പോലും അത്രയൊക്കെ ഒരു വലിപ്പത്തിൽ നീളത്തിനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു മത്സ്യമാണ് ഹംബാക്ഡ് മെഷീർ. ചെറുതും ഉണ്ടാവാറുണ്ട്, വലുതും ഉണ്ടാവാറുണ്ട്. വലിപ്പം അത്രയും വരെ പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മത്സ്യമാണ്. അതുകൊണ്ട് തന്നെ ടൈഗർ ഓഫ് ദി വാട്ടർ എന്നൊക്കെ അവകാശപ്പെടാറുള്ളൊരു അല്ലെങ്കിൽ വിശേഷണമുള്ളൊരു മത്സ്യമാണ് ഹംബാക്ഡ് മെഷീർ. മുമ്പ് ചോദ്യം വന്നിട്ടുണ്ട്, ഹംബാക്ഡ് മെഷീർ എന്ന മത്സ്യം ഏത് നദിയുമായി അസോസിയേറ്റ് ചെയ്തതാണ്? അത് കാവേരി നദിയാണ്. കാവേരിക്ക് ഇങ്ങനെയും എഴുതാം, കാവേരി എന്ന് എഴുതാം കേട്ടോ. ഇനി അതിലാർക്കും കൺഫ്യൂഷൻ വേണ്ട. സ്പെല്ലിങ്ങിൽ കാവേരി എന്ന് CAUVERY എന്നും എഴുതാം, KAVERI കാവേരി എന്ന് എഴുതാം. രണ്ടും ശരി തന്നെയായിട്ട് അംഗീകരിക്കുന്നത് തന്നെയാണ്. അതിനകത്തൊന്നും കൺഫ്യൂഷൻ വേണ്ട, അതിലൊന്നും ആർക്കും കൺസേൺസ് ഒന്നും വേണ്ട സാഹചര്യമില്ല. ഓക്കെ, റൈറ്റ്. പിന്നെ കാണുന്ന ജീവജാലങ്ങളെന്ന് പറയുമ്പോൾ മഗർ, ക്രോക്കഡൈൽ, അതുപോലെ സ്മൂത്ത് കോട്ടഡ് ഓട്ടർ എന്നൊക്കെയുള്ള ചില ജീവികളും കൂടിയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. എ ഹൈ ഡൈവേഴ്സിറ്റി ഓഫ് നേറ്റീവ് ഫിഷ് സ്പീഷീസ്. One study recorded 146 fish species with 29 being endemic to Western Ghats region. 146
വകഭേദങ്ങൾ കാവേരിയുടെ തീരത്തായി കാണുന്നു, അല്ലെങ്കിൽ കാവേരി നദിയിലേക്ക് കാണുന്നു എന്നാണ് ഒരു പഠനം കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ 29 പശ്ചിമഘട്ടത്തിൽ മാത്രമായി കാണുന്ന എൻഡമിക് സ്പീഷീസുകളാണ് എന്നും ശ്രദ്ധേയമായ കാര്യമാണെന്നും പറയുവാണ്. നദികളുമായി ബന്ധപ്പെട്ട് പൊതുവേ ഒന്നിലധികം സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന നദിയാണെങ്കിൽ അവിടെ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലവിലുണ്ട്. കാവേരിയുടെ കാര്യത്തിലും വിഭിന്നമൊന്നുമല്ല സാഹചര്യം. കാവേരി നദിയുമായി അസോസിയേറ്റ് ചെയ്തിട്ടും തർക്കങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും 2 സംസ്ഥാനങ്ങൾ തമിഴ്നാടും കർണാടകവുമായിരിക്കുമല്ലോ. എന്തായാലും കാവേരി നദീജല തർക്കവും തർക്കപരിഹാരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അരങ്ങേറിയിട്ടുള്ളതെന്ന് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ദി കാവേരി water dispute has once again taken center stage as Tamil Nadu appeals to the Supreme Court of India for intervening in ensuring the release of 24,000 cubic feet per second cusecs from its reservoir water by Karnataka. കർണാടകത്തിൽ നിന്ന് 24,000 ക്യൂബിക് അടി ക്യൂസെക്സ് വാട്ടർ, ക്യൂസെക് എന്ന് പറയുമ്പോൾ ക്യൂബിക് ഫീറ്റ് പെർ സെക്കൻഡിനെയാണ് ക്യൂസെക്സ് എന്ന് വിളിക്കുന്നത്. 24,000 ക്യൂസെക്സ് വെള്ളം കർണാടകത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എത്തിച്ചു കൊള്ളാം, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് റിലീസ് ചെയ്തോളാം എന്നുള്ള ഒരു ഉറപ്പ് നേരത്തെ ഉണ്ടായിരുന്നത് ഉറപ്പാക്കുന്നതിന് വേണ്ടി തമിഴ്നാട് വീണ്ടും സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയിട്ടുണ്ട്. അതിനർത്ഥം ചിലപ്പോൾ കർണാടകത്തിൽ നിന്ന് അത്രയും വന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നതുകൊണ്ടായിരിക്കാം ഒരു അപ്പീലിന് റീസെൻ്റ്ലി പോയി. അപ്പോൾ ഇത് വീണ്ടും സർഫസ് ചെയ്യുകയാണ് ഈ ഒരു ഇഷ്യൂ. കാവേരി നദീജല തർക്കം എന്ന് പറയുന്നത് വീണ്ടും ഇഷ്യൂ സർഫസ് ചെയ്യുവാണ്. അത് വീണ്ടും രംഗപ്രവേശനം നടത്തുവാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. ദ ഇഷ്യൂ അറോസസ് ഫ്രം കർണാടകാസ് റെഫ്യൂസൽ ടു അബൈഡ് ബൈ ദി പ്രീവിയസ്ലി എഗ്രീഡ് അപ്പോൺ വാട്ടർ റിലീസ് ക്വാണ്ടിറ്റീസ്. കാര്യം പിടികിട്ടിയല്ലോ. 24,000 ക്യൂസെക്സ് വെള്ളം വേണം തമിഴ്നാട്ടിലേക്ക് റിലീസ് ചെയ്യാനെന്ന ആ ഒരു മാനദണ്ഡം നേരത്തെ തന്നെ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്ന എഗ്രി ചെയ്തിരിക്കുന്ന മാനദണ്ഡത്തിലൂടെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായി കർണാടക സാധിക്കുന്നില്ല. കർണാടകയ്ക്ക് താല്പര്യമില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു അപ്പീല് തമിഴ്നാട്ടിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരുന്നത് എന്നുള്ളതാണ്. തമിഴ്നാടു അഡ്വക്കേറ്റ്സ് ഫോർ ദ റിലീസ് ഓഫ് 10,000 ക്യൂസെക്സ് ഓഫ് വാട്ടർ ഫോർ ദി സ്റ്റിപ്പുലേറ്റഡ് 15-day duration. On the other hand, Karnataka has suggested a reduced water release of 8,000 cusecs for the same 15-day time frame. 15 ദിവസ കാലയളവിൽ 10,000 ക്യൂസെക്സ് വെള്ളം തമിഴ്നാടു ആവശ്യപ്പെടുമ്പോൾ 8,000 ക്യൂസെക്സ് വെള്ളമാണ് ആ ഒരു കാലയളവിലേക്ക് കർണാടക കൊടുക്കാമെന്ന് തയ്യാറാകുന്നതെന്നുള്ളതാണ്. കർണാടകയുടെ എക്സ്പ്ലനേഷനും ഉണ്ട്. കർണാടകയ്ക്ക് അതിന് കൃത്യമായ എക്സ്പ്ലനേഷൻ എന്താണ്? കർണാടക സൈറ്റ്സ് പുവർ ഇൻഫ്ലോ ഡ്യൂ ടു റെഡ്യൂസ്ഡ് റെയിൻഫോൾ ഇൻ ദി കാവേരി കാച്ച്മെൻറ്റ് ഇൻക്ലൂഡിംഗ് ഒറിജിൻ പോയിന്റ് കൊടക്. അതായത് കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമായ കൊടക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കാച്ച്മെൻറ്റ് ഏരിയയിൽ വൃഷ്ടിപ്രദേശത്ത് ലഭ്യമായ മഴയുടെ കുറവ് അനുഭവപ്പെട്ടതിനാൽ കാവേരി നദിയിലേക്കുണ്ടാകുന്ന ഇൻഫ്ലോ കുറഞ്ഞു എന്നതാണ് കർണാടക പറയുന്ന എക്സ്പ്ലനേഷൻ. അങ്ങനെ ഒരു ഇൻഫ്ലോ കുറഞ്ഞതിനാൽ നേരത്തെ നല്ലപോലെ ജലലഭ്യത ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ എഗ്രി ചെയ്തിരിക്കുന്ന എമൗണ്ട് ഓഫ് വാട്ടർ എങ്ങനെ എനിക്ക് ജലലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ തമിഴ്നാടിന് വിട്ടുകൊടുക്കാൻ സാധിക്കും? കാവേരിക്ക് കർണാടകത്തിലും ആവശ്യകതകളില്ലേ എന്നതാണ് കർണാടക പറയുന്നത്. കർണാടക ഹൈലൈറ്റ്സ് എ 44% ഓഫ് റെയിൻഫോൾ ഡെഫിസിറ്റ് ഇൻ കൊടഗു ഫ്രം ജൂൺ ടു ഓഗസ്റ്റ്. കഴിഞ്ഞ വർഷത്തെ കണക്കിൽ ഏകദേശം 44% മഴയുടെ ലഭ്യതയുടെ കുറവ് കൊടക് മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ കർണാടക ഈ തമിഴ്നാടിൻ്റെ ആ ഒരു ഷെയറിംഗ് ഫോർമുല ഡിമാൻഡിനെ തീർത്തും ഖണ്ഡിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. കർണാടക അതിനോട് തീർത്തും വിയോജിപ്പ് അറിയിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് നിലവിലെ ഇഷ്യൂ എന്ന് പറയുന്നത്. എ കെയർഫുള്ളി ക്രാഫ്റ്റഡ് മന്ത്ലി ഷെഡ്യൂൾ ഗവേൺസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ബിറ്റ്വീൻ കർണാടക ആൻഡ് തമിഴ്നാടു, ദ ടു റിപ്പാരന്റ് സ്റ്റേറ്റ്സ് ഓഫ് ദി കാവേരി ബേസിൻ. ഒരു കൃത്യമായി ക്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മന്ത്ലി ഷെഡ്യൂളിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ജലത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കണക്ക്, അല്ലെങ്കിൽ വാട്ടർ ഷെയർ ചെയ്യേണ്ട ഒരു മാനദണ്ഡമെന്ന് നാം പറയുന്നത് മനസ്സിലാക്കുന്നത്. ഇൻ എ നോർമൽ വാട്ടർ ഇയർ കർണാടക ഈസ് ബൗണ്ട് ടു റിലീസ് 177.25 thousand million cubic feet of water from June to May to തമിഴ്നാട്. ഒരു സാധാരണ ജലലഭ്യതയുള്ള വർഷത്തിൽ കർണാടകത്തിൽ നിന്ന് 177.25 മില്യൺ ക്യൂബിക് ഫീറ്റ് വെള്ളം ജൂൺ മുതൽ മെയ് വരെയുള്ള കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലേക്ക് ഒഴുകണം എന്നുള്ളതാണ് കണക്കാക്കുന്നത്. കാരണം ആ സമയത്ത് തമിഴ്നാട്ടിൻ്റെ മഴയില്ലാതിരിക്കുന്ന സമയമാണ്, ജലലഭ്യത ആവശ്യമുള്ള സമയമാണ്. ദിസ് ആനുവൽ കോട്ട ഇൻക്ലൂഡ്സ് 123.14 million TMC. TMC-നെ ഞാൻ പറയുന്നുള്ളൂ. TMC അലോക്കേറ്റഡ് ഡ്യൂറിംഗ് ദി മൺസൂൺ മന്ത് ഫ്രം ജൂൺ ടു സെപ്റ്റംബർ ആൻഡ് ദി ഓൺഗോയിങ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ഓഫൻ ട്രിഗേഴ്സ് disputes when rainfall falls short of expectations. പ്രതീക്ഷിക്കുന്നതിലും കുറവ് മഴ ഉണ്ടാവുന്ന സമയത്ത് പൊതുവേ ഇതുമായി ബന്ധപ്പെട്ട് അടി ഉണ്ടാവുന്നു. കാരണം ഈ പറയുന്ന എമൗണ്ട് ചിലപ്പോൾ എഗ്രി ചെയ്ത എമൗണ്ടിലുള്ള വെള്ളത്തിൻ്റെ സപ്ലൈ പറ്റത്തില്ല. കാരണം
ഈ അപ്പം നിങ്ങൾ കരുതുന്നത് ഒരു പെർസെൻറ്റേജ് വെച്ച് അങ്ങ് പറഞ്ഞാൽ പോലെ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു എമൗണ്ട് ഒരു ക്വാണ്ടിറ്റി തന്നെ ക്വാണ്ടിഫൈ ചെയ്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ക്വാണ്ടിഫിക്കേഷന് കാരണം ആക്ച്വലി പറഞ്ഞാൽ ഈ എത്രത്തോളം ക്വാണ്ടിറ്റി ലഭ്യമാകും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇറിഗേഷനും വാട്ടറിൻ്റെ എന്താ പറയുക മറ്റ് വാട്ടർ സപ്ലൈ മെഷേഴ്സിനും പിന്നെ ഹൈഡ്രോ പവർ ജനറേഷനൊക്കെ വേണ്ടിയിട്ടുള്ള കാൽക്കുലേഷൻസ് നടത്താൻ സാധിക്കുമെന്നതൊക്കെ വെച്ചിട്ടാണ് നമ്പറിൽ തന്നെ ഇവിടെ പറയുന്നത്. ബട്ട് എനിഹാവ് അത് ഇത്തരത്തിലുള്ള തർക്കങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. ദി കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ കർണാടക ആൻഡ് തമിഴ്നാടു began in 1974 when Karnataka started diverting water without Tamil Nadu's consent. തമിഴ്നാടിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ ജലത്തിൻ്റെ ഒഴുക്കിനെ ഡൈവേർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങൾ 1974 മുതൽ കർണാടക ചെയ്ത സാഹചര്യത്തിൽ ആ ഒരു പ്രദേശം തൊട്ട് അല്ലെങ്കിൽ ആ ഒരു സമയം തൊട്ടാണ് ഈ ഒരു തർക്കം ഉടലെടുക്കുന്നതെന്നുള്ളതാണ്. After several years, the Kaveri Water Dispute Tribunal was established in 1990 to resolve the issue. 74-ൽ തർക്കം തുടങ്ങിയെങ്കിലും നീണ്ട 16 വർഷത്തിനിപ്പുറം 1990-ലാണ് ഈ തർക്ക പരിഹാരത്തിനായി ഒരു ട്രൈബ്യൂണൽ നിലവിൽ വരുന്നതെന്നുള്ളതാണ്. It took 17 years for the Kaveri Water Dispute Tribunal to reach a final order in 2007. 16 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ട്രൈബ്യൂണൽ ഉണ്ടാവുന്നത്. അത് ഉണ്ടായി 17 വർഷത്തിന് ശേഷം 2007-ലാണ് ഒരു ഫൈനൽ വേർഡിക്റ്റ് പുറത്തുവിടാൻ പറ്റുന്നത്, which outlined the sharing of Kaveri water among the 4 parent states. In distress years, water would be shared on a pro rata basis. അത് ഒരു പ്രൊപ്പോർഷൻ നിരക്കിൽ മാത്രമാകണം. ഡിസ്ട്രസ് ഉള്ള സാഹചര്യങ്ങളിൽ, മഴ ലഭ്യതയൊക്കെ കുറയുന്ന സാഹചര്യങ്ങളിൽ കണക്ക് കൊടുക്കുക. അതേ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു പെർസെൻറ്റേജ് കണക്കിലൊക്കെ ഇത്ര ശതമാനം എന്ന രീതിയിൽ വേണം കൊടുക്കാൻ. Kaveri Water Dispute Tribunal issued its final award in 2007 February, specifying water locations among the 4 states in the Kaveri Basin, considering the total availability of 740 TMC in a normal year. മൊത്തത്തിൽ 740 TMC ആണ് ഒരു വർഷത്തിൽ ഉണ്ടാകുക എന്ന ലഭ്യതയെ കണക്കിലെടുത്തുകൊണ്ട് 2007 ഒരു വേർഡിക്റ്റ് അവാർഡ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. ദി അലോക്കേഷൻ ഓഫ് വാട്ടർ among the 4 states is like this. 4 states എവിടെ നിന്ന് വന്നു എന്ന് കരുതരുത്. 2 സ്റ്റേറ്റാണ്, തമിഴ്നാടും കർണാടകവുമാണ് വരിക. പക്ഷേ കാവേരിയുടെ ട്രിബ്യൂട്ടറി ആയ കബനിയിൽ നിന്ന് നമ്മൾ കേരളത്തിൽ വെള്ളം ഉപയോഗിക്കുന്നില്ലേ, അപ്പോൾ അതിനെ കൂടി പരിഗണിക്കണം. ആ കബനിയുടെ കൂടി വെള്ളം ചെന്ന് കാവേരിയിൽ കയറുന്നതിന് ഉൾപ്പെടെയാണ് ഇവിടെ കാൽക്കുലേഷൻ പറയുന്നത്. അതുകൊണ്ട് കേരളത്തിനെയും കൂടി പരിഗണിച്ചു. പിന്നെ ഉള്ളത് പുതുച്ചേരിയാണ്, പോണ്ടിച്ചേരി. കാരണം പോണ്ടിച്ചേരി വഴിയാണ് കാവേരി എന്ന നദി ബംഗാൾ ഉൾക്കടലിലേക്ക് ചെന്നെത്തുന്നത് എന്ന് നമ്മൾ സൂചിപ്പിച്ചതാണ്. ആയതിനാൽ തന്നെ പുതുച്ചേരിയിലേക്കുള്ള ജലലഭ്യതയും കാവേരിയിൽ നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പുതുച്ചേരി ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ടാണ് മറ്റൊരു സംസ്ഥാനം എന്ന പോലെ ഇവിടെ പരിഗണിച്ച 4 എൻറ്റിറ്റീസ്, തമിഴ്നാടും കർണാടകവും അതിന് പുറമെ കേരളവും പുതുച്ചേരിയും കൂടിയാണ് കൂട്ടത്തിൽ അംഗമാകുന്നത് കാവേരി നദീജല ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. തമിഴ്നാടിന് 404.25 TMC, കർണാടകത്തിന് 284.75 TMC, കേരളത്തിന് 30 TMC, പുതുച്ചേരിക്ക് 7 TMC എന്നിങ്ങനെയാണ് ആകെയുള്ള ലഭ്യതയിൽ നിന്ന് കൊണ്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങൾക്കുമായി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആസ് പെർ ദി കാവേരി റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണൽ ഇൻ 2007 2007 നിലവിൽ വന്നിരിക്കുന്ന കണക്ക് പ്രകാരം. 2018 ദ സുപ്രീം കോർട്ട് ഡിക്ലെയർഡ് ദ കാവേരി എ നാഷണൽ അസറ്റ് ആൻഡ് ലാർജ്ലി അപ്ഹെൽഡ് ദ വാട്ടർ ഷെയറിംഗ് അറേഞ്ച്മെന്റ്സ് ഡിറ്റർമിൻഡ് ബൈ ദി കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ. 2018 ഇതൊരു നാഷണൽ അസറ്റായിട്ട് തന്നെ കാവേരിനെ സുപ്രീം കോടതി മാർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഓൾസോ ഡയറക്റ്റഡ് ദി സെന്റർ ടു നോട്ടിഫൈ ദ കാവേരി മാനേജ്മെന്റ് സ്കീം. കാവേരി മാനേജ്മെന്റ് സ്കീമിനെ പറ്റി കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും അതറിയിക്കുവാനും സെൻട്രൽ ഗവൺമെന്റിനെ കോടതി എന്തുകയും ചെയ്യുന്നുണ്ട്, നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈഡ് ദ കാവേരി വാട്ടർ മാനേജ്മെന്റ് സ്കീം in 2018, constituting the Kaveri Water Management Authority and Kaveri Water Regulation Committee. അങ്ങനെ ഒരു കാവേരി വാട്ടർ മാനേജ്മെൻറ്റ് സ്കീം 2018 കേന്ദ്ര സർക്കാർ ആരംഭിക്കുകയും അതിൻ്റെ ഭാഗമായി ഒരു കാവേരി വാട്ടർ മാനേജ്മെൻറ്റ് അതോറിറ്റീനെ സ്ഥാപിക്കുകയും ഒരു കാവേരി വാട്ടർ റെഗുലേഷൻ കമ്മിറ്റിയെ സ്ഥാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആണോ? സെറ്റ്. ഇത്രയുമാണ് നമുക്ക് കാവേരി നദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ മനസ്സിലാക്കാനുള്ളത്. മറ്റ് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ പെനിൻസുലാർ ഇന്ത്യയിലുള്ള സുവർണരേഖ, ബ്രാഹ്മണി, പെന്നേരു, പൊന്നയ്യാറ്, വൈഗ എന്നിവ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കാവേരി നദിയുമായി ബന്ധപ്പെട്ട ഈ ഇൻഫർമേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നതിനകത്തു നിന്ന് തന്നെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാനുള്ളൂ. അഡീഷണൽ ക്വസ്റ്റ്യൻസും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്തായാലും MCQs ചെയ്യുന്നുണ്ടാവും വരുന്ന ക്ലാസ്സുകളിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാവേരി എന്ന നദിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഘടകങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും
എന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളുമായി ബന്ധപ്പെട്ട അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.